ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു മിസ് അങ്ങ് വിശ്വസിക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് എന്തിനാ വന്നതെന്ന്. എന്തിനായിരിക്കും? എടാ, 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ 18ാമത്തെ ചാപ്റ്റർ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാപ്റ്റർ 18 സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽ. കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. കുഞ്ഞായി മാറുന്നു എന്നൊക്കെയുള്ള പേരൊക്കെ കാണുമ്പോൾ ഭയങ്കര കുഞ്ഞു ചാപ്റ്റർ ആണെന്നൊക്കെ തോന്നും. അല്ല കേട്ടോ, അത്യാവശ്യത്തിലധികം വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ വെയിറ്റേജ് കൂടുതലുണ്ട്. വെയിറ്റേജ് കൂടുതൽ എന്ന് വെച്ചാൽ എന്താണ്, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണാറില്ല. അപ്പൊ ആരും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണ്ട. അപ്പൊ മിസ് എന്തായാലും നിങ്ങൾക്ക് അത് എളുപ്പമാക്കാനായിട്ട് ഡിസ്കസ് ചെയ്യാടാ, ടൈം ഒട്ടും കളയുന്നില്ല. അപ്പൊ നേരെ പോകുന്നത് എന്താ, റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയുടെ കണ്ടിന്യൂഷൻ ഉറപ്പാക്കുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയല്ല. അതായത് പ്ലാന്റ്സിന് വേറെയാണ്, അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസത്തിൽ വേറെ തരത്തിലാണ്, ഹ്യൂമൻ ബീൻസിനാണെങ്കിൽ വേറെ തരത്തിലാണ്. അങ്ങനെ പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് മോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷന്റെ ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് എൻഷുർ കണ്ടിന്യൂഷൻ ഓഫ് എ സ്പീഷീസ്. അതായത് ഒരു ജീവി വർഗത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് നടക്കണം? റീപ്രൊഡക്ഷൻ നടക്കണം, അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടന്നാൽ മാത്രമാണ് ഒരു ജീവിയുടെ കണ്ടിന്യൂഷൻ അങ്ങനെ ഉണ്ടായി മാറുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി റീപ്രൊഡക്ഷൻ പലതരത്തിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇതിനകത്ത് ആദ്യം പറയുന്നത് പ്ലാന്റ്സിന്റെ കേസാണ്. പ്ലാന്റ്സിന്റെ കേസിൽ തന്നെ പ്ലാന്റ്സ് എല്ലാം ഒരേ തരത്തിലല്ല റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. ചില പ്ലാന്റ്സുകൾ നമുക്ക് വേര് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരും, അല്ലെ? വേര് ജസ്റ്റ് കുത്തി വെച്ച് കഴിഞ്ഞിട്ട് അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ചില പ്ലാന്റ്സിന് വിത്തിടണം. ചില പ്ലാന്റ്സിനെ സംബന്ധിച്ച് എന്താണ്, ഇലകൾ നട്ടാലൊക്കെ വളരും. അപ്പൊ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവർ പറയുന്നത് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീവ്സ് ഇലകളിൽ നിന്ന് ചെടികൾ ഉണ്ടാവുന്ന ഒരു രീതിയുണ്ട്. എക്സാമ്പിൾ ബ്രയോഫൈലം ആണ്. ഓക്കെ, ചില ചെടികൾ ഇല നട്ടാൽ മതി, അതായത് വേറൊന്നും വേണ്ട. അതായത് അതിന്റെ ലീഫ് മീൻസ് റൂട്ട് കൊണ്ടോ നട്ടാലോ തണ്ട് കൊണ്ടോ നട്ടാലോ ഒന്നും അത് വളരില്ല. അതിലെന്ത് തന്നെയാണ്, ലീഫ് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മാത്രമാണ് ആ പ്ലാന്റ്സ് വളരുള്ളൂ. കുറച്ച് ഡിമാൻഡ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അത്തരം പ്ലാന്റ്സുകളാണ് എന്താ ഇലകളിൽ നിന്ന് ചെടികൾ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ എന്താ, ബ്രയോഫൈലം കൊടുത്തിട്ടുണ്ട്. ഞാൻ പടം ഉണ്ടാവുന്നു നോക്കട്ടെ കേട്ടോ. ബ്രയോഫൈലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫിൽ നിന്ന് മുളച്ചു വരുന്ന എസ്തേ കണ്ടോ, ഇതാണ് കേട്ടോ. കണ്ടോ, ഈ ലീഫ് കൊണ്ടുപോയിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് ഇതുപോലെ പുതിയ പ്ലാന്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത്, ആ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. കണ്ടോ, പുതിയ ബഡ്സ് വന്നിട്ട് ഈ ബഡ്സിൽ നിന്ന് പുതിയ പ്ലാന്റ് വരുന്നു, അതിങ്ങനെ വലുതായി വരുന്നു. വീണ്ടും നമ്മൾ അതിന്റെ ലീഫ് വലുതാകുമ്പോൾ വീണ്ടും കൊണ്ട് കുഴിച്ചിടുന്നു, വീണ്ടും ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവുന്നു. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോർമലി അറിയാവുന്ന കേസാണ് കേട്ടോ. അതായത് വേരിൽ നിന്ന് ചെടികൾ ഉണ്ടാവുന്നു. നമുക്കറിയാം, ചിലതിന്റെ വേര് കൊണ്ടോ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, ഇതൊക്കെ എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് the piece of stem is cut from the parent plant and planting in the soil. അതായത് planted in the soil. നമ്മുടെ റോസാ ചെടിക്ക് അങ്ങനെയല്ലേ, മാതൃസസ്യത്തിന്റെ ഒരു തണ്ട് മുറിച്ചിട്ടിട്ട് മണ്ണിൽ നടുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഈ പറഞ്ഞ പോലെ പുതിയ സസ്യമായിട്ട് മാറുന്നുണ്ട്. ടപ്പിയോക്ക, റോസ, ഹിബിസ്കസ്, ഷുഗർ കേക്ക്, കരിമ്പൊക്കെ എന്താണ്, അത്തരം മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. ഞാൻ കുറച്ച് പടം കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പടം അതിനകത്ത് ആഡ് ചെയ്യാതിരുന്നത്. കണ്ടില്ലേ, കണ്ടോ? ഇതെന്താ, നമ്മൾ മറ്റേ ടപ്പിയോക്ക കിഴങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ തണ്ട് കൊണ്ടുപോയി നടന്നത്. അപ്പൊ അത് പുതിയ പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റോസാ ചെടി തണ്ട് കൊണ്ടുപോയി നമ്മൾ ഇടുന്നു, നടുന്നു. അതിനുശേഷം അതിന് സമാനമായിരിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. ഇനി അടുത്ത വേറെ റീപ്രൊഡക്ഷൻ, ഇത് നിങ്ങൾക്ക് അറിയാത്തതാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. അടുത്ത രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോശം ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് രണ്ടായിട്ട് വിഭജിച്ച് പുതിയ ജീവികൾ ഉണ്ടാവുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. ബൈനറി ഫിഷൻ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. എക്സാമ്പിൾ അമീബ, പാരമീസ്, യുഗ്ലീൻ ഒക്കെ എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ കളർ മാറ്റാം മിസ്. അതായത് ഇതൊരു സെല്ലാണെന്ന് കരുതിക്കുക, ഇതൊരൊറ്റ സെല്ലാണ്. ഈ സെല്ല് ഒരു ഫേവറബിൾ കണ്ടീഷൻ, അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇതും എന്താണ്, രണ്ടായിട്ട് വിഭജിക്കുന്നത്. അതായത് ഇതും രണ്ടായിട്ട് വിഭജിക്കുന്നത്. ഇത്തരം റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്, അമീബ, പാരമീസിയം, യുഗ്ലീന. അതായത് ബൈനറി ഫിഷൻ എന്നാണ് അതിന് പൊതുവെ പറയുന്ന പേരെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, മറ്റൊരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതിന്റെ പിക്ചർ മിസ് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു സെൽസ് തന്നെ ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് രണ്ടായിട്ട് വിഭജിച്ച് അത് പുതിയ ജീവിയായിട്ട് മാറുന്നതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു റീപ്രൊഡക്ഷന്റെ മോഡ് തന്നെയാണ്. കണ്ടോ, പാരമീസിയം പ്രത്യേകിച്ച് ഷേപ്പുകൾ, പാരമീസിയം മീൻസ് അമീബ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്തതാണ്. അമീബ എന്ത് ചെയ്യുന്നുണ്ട്, ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറി അതെന്താണ്, രണ്ട് ജീവികളായിട്ട്, രണ്ട് കുഞ്ഞു ഡോട്ടർ സെൽസ് ആയിട്ട്, രണ്ട് പുതിയ കോശങ്ങളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതെന്താണ്,
ബൈനറി ഫിഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് നമ്മൾ ഇലകളിൽ നിന്ന് വേറെ ചെടികൾ ഉണ്ടാവുന്നു, ബ്രയോഫൈലം എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ തണ്ടുകളിൽ നിന്ന് വേരിൽ നിന്നിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു, അതിന് നമ്മൾ ക്യാരറ്റ് ഒക്കെ പറഞ്ഞു. അവിടെ തണ്ടിൽ നിന്ന് അതിന്റെ സ്റ്റെമ്പ് നട്ടതിന് ശേഷം പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നു, അതിന് നമ്മൾ ടപ്പിയോക്ക, റോസ്, ഹിബിസ്കസ്, ഷുഗർ കെയിൻ ഒക്കെ പറഞ്ഞു. അടുത്തതാണ് എന്താ, ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു കോശം അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ടായിട്ട് ഭാഗിക്കുകയും പിന്നീട് അത് പുതിയ ജീവികളായിട്ട് മാറുകയും അല്ലെങ്കിൽ പുതിയ ഡോട്ടർ സെല്ലായിട്ട് പുതിയ ജീവിയായിട്ട് മാറുന്ന ആ ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല കേട്ടോ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത്, അടുത്തത് നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല. ഓക്കെ, അടുത്തതും എന്താണ്, അതായത് ഇൻ ഫേവറബിൾ കണ്ടീഷൻ സെൽസ് ഓർഗനൈസ് ലൈക്ക് പ്ലാസ്മോഡിയം. അതായത് പ്ലാസ്മോഡിയത്തിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, പ്ലാസ്മോഡിയം ആണ് എക്സാമ്പിൾ പറയുന്നത്. പ്ലാസ്മോഡിയത്തിന് തിക്കായിരിക്കുന്ന ഔട്ടർ കവറിംഗ് ആണ്. ഓക്കെ, അതിനകത്ത് സൈറ്റോപ്ലാസവും ന്യൂക്ലിയർ മെംബ്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ആ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. ഇതിനും ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ ഔട്ടർ കവറിംഗ് കട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് കുറേ സെൽസുകൾ പുറത്തേക്ക് വരികയും അത് പുതിയൊരു ഓർഗാനിസംസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അതിന്റെയും പിക്ചർ മിസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. യെസ്, ഇത് കണ്ട പ്ലാസ്മോഡിയം, അതായത് ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള ഔട്ടർ കവറിംഗ് ആയിരിക്കും നമ്മുടെ പ്ലാസ്മോഡിയത്തിനുള്ളത്. ഈ പ്ലാസ്മോഡിയത്തിന്റെ ഈ പറയുന്ന ഉള്ളിലുള്ള ആ കാര്യങ്ങളൊക്കെ എന്താണ് പുതിയ ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്ലാസ്മോഡിയത്തിന്റെ ഔട്ടർ കവറിംഗ് ബ്രേക്ക് ചെയ്യുകയും അത് പുറത്തേക്ക് വരികയും അത് എന്താണ് കുഞ്ഞു പുതിയ ഡോട്ടർ സെല്ലായിട്ട് പുതിയ ഒരു സെൽസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവിയായിട്ട് മാറുന്നു. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരൊറ്റ ബ്രേക്കിലൂടെ എത്ര ഓർഗാനിസംസ് ആണ് ഉണ്ടാകുന്നത്. ഇത് മറ്റൊരു റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. പ്ലാസ്മോഡിയം ആണ് ഇതിന് വരുന്നത്. പ്ലാസ്മോഡിയം മൾട്ടിപ്പിൾ ഫിഷൻ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ ഫിഷൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇനി അടുത്ത റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബൈനറി ഫിഷൻ ആയിക്കോട്ടെ മൾട്ടിപ്പിൾ ഫിഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് യെസ്, ഇറ്റ് ഈസ് സെക്ഷലി റീപ്രൊഡ്യൂസ് പ്രോസസ് റീജനറേഷൻ ഓർ ഫ്രാഗ്മെന്റേഷൻ. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്നത് റീജനറേഷൻ എന്നാണ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്നാണ് വിളിക്കാറ്. അതിന് എക്സാമ്പിൾ പ്ലനേറിയം ഹൈഡ്രയാണ്. അതായത് ഇതൊരു പ്ലനേറിയ ആണെന്ന് കരുതിക്കോ, അയ്യോ പ്ലനേറിയനെ വരച്ചു വന്നാൽ വേറെ എന്തോ പോലെ ആയിപ്പോയില്ല. ഓക്കെ, ഇതൊരു പ്ലനേറിയ ആണെന്ന് കരുതിക്കോ, കാണാൻ പറ്റുന്നില്ലടാ. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കുന്ന പ്ലനേറിയ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഇത് 3 പീസുകളായിട്ട് മാറുന്നു. ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇങ്ങനെ 3 പീസസ് ആയിട്ട് കട്ട് ആവുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ഇതൊരു പുതിയ പ്ലനേറിയ ആയിട്ട് മാറും, ഇതൊരു വേറൊരു പ്ലനേറിയ ആയിട്ട് മാറും, ഇതൊരു വേറൊരു പ്ലനേറിയ ആയിട്ട് മാറും. ഇതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ അഥവാ റീജനറേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രയും ഇങ്ങനെ തന്നെയുണ്ട്. ഹൈഡ്രക്കും ഇങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. ഹൈഡ്ര ബഡ്ഡിങ്ങും ഉണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു കഴിവ് കൂടി ഹൈഡ്രക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? അതായത് ഇത് അസെക്ഷലി റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. എന്താണ് ഇതിനെ റീജനറേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ഇത് പാരന്റ് ഓർഗാൻസ്, ഈ പാരന്റ് ഓർഗാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡി 2 അതിലധികം പീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഓരോ പീസുകളും ഈച്ച് പീസസ് ഗ്രോ ഇൻ ടു ന്യൂ കംപ്ലീറ്റ് ഓർഗാനിസം. ഓരോ പീസസുകൾ എന്താണ്, ഓരോ പുതിയ അല്ലെങ്കിൽ ഓരോ പൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിയായിട്ട് മാറുന്നു. ഇതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ അഥവാ റീജനറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, പ്ലനേറിയം ഹൈഡ്രയും ആണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. പിക്ചർ ഒന്ന് മിസ് കാണിച്ചു തരണ്ടല്ലോ, ഓൾറെഡി മിസ് വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം, ഒരു പ്രശ്നമില്ല. മിസ് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. യെസ്, എവിടെയാണ് അയ്യോ സെറ്റ് ചെയ്ത് ആടാ അതേ അടക്കുന്നത് കണ്ടാ. പ്ലനേറിയ ആണിത്. പ്ലനേറിയ അതിന്റെ ബോഡി എന്താണ്, അസെക്ഷൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന റീജനറേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ മെത്തേഡ് വഴിയിട്ട് അവരുടെ ബോഡി 2 ആയിട്ട് മാറ്റുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഒരു ഭാഗത്ത് മാത്രമല്ലേ കണ്ണുള്ളൂ, ബാക്കിയുള്ള ഭാഗത്ത് കണ്ണില്ലല്ലോ എന്ന്. കണ്ണൊക്കെ തന്നെ ഫോം ചെയ്തോളൂ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് 2 ആയിട്ട് ഭാഗം ചെയ്ത് പിന്നീട് എന്താണ് ഓരോ പീസസും എന്താണ് പുതിയ ഓർഗാനിസം ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിന് റീജനറേഷൻ എന്നും ഫ്രാഗ്മെന്റേഷൻ എന്നും പേര് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ റീജനറേഷൻ ഓക്കെ ആയില്ല. അപ്പൊ ഓരോന്നിന്റെയും നിങ്ങൾ എന്ത് പഠിക്കണം, എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ റീജനറേഷൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ഫിഷൻ ആയിക്കോട്ടെ, ബൈനറി ഫിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീജനറേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളായതുകൊണ്ട് തന്നെ ഇത് കാര്യമായിട്ട് പഠിക്കണം, കാര്യം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് ബഡ്ഡിങ്. അതിന് ഈസ്റ്റ് ആണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നോർമലി പാരന്റിന്റെ ബോഡിയിൽ ഒരു മുകുളം അല്ലെങ്കിൽ ഒരു ബഡ്സ് ഫോം ചെയ്യുന്നു. പിന്നീട് ആ ബഡ്സ് ഈ പാരന്റിന്റെ ബോഡിയിൽ വെച്ച് തന്നെ വളരുന്നുണ്ട്. പിന്നീട് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈ പാരന്റിന്റെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ മാതൃ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് പുതിയ ജീവിയായിട്ട് മാറുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്ന, ബഡ്ഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈസ്റ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഹൈഡ്രയും സാധാരണയായിട്ട് ഈ ഒരു ഇതിൽ കാണാറുണ്ട്. ഇതിന്റെ പിക്ചർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ബഡ്ഡിങ്ങിന്റെ. യെസ്, ദേനാണ് ഈസ്റ്റിൽ. ഇതാണ് പാരന്റ് ഈസ്റ്റ്, അതായത് മാതൃ ജീവിയാണ്. ഈ മാതൃജീവിയുടെ ശരീരത്തിൽ എന്താണ്, ഒരു മുകുളം വന്നു. ഒരു മുകുളം, മിസ് കളർ മാറ്റാം.
ഒരു മുകുളം അല്ലെങ്കിൽ ഒരു ബഡ്സ് വന്നു. ഈ ബഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ആവുന്നുണ്ട്. പാരന്റ് ബോഡിയിൽ വെച്ച് തന്നെ അത് ഡെവലപ്പ് ആവുന്നുണ്ട്. മാതൃശരീരത്തിൽ വെച്ച് തന്നെ അത് ഡെവലപ്പ് ആവുന്നുണ്ട്. പൂർണ്ണമായിട്ട് വളർച്ചയാവുന്ന സമയത്ത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് പുതിയൊരു ജീവിയായിട്ട് മാറുന്നു. അതിന് എക്സാമ്പിൾ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റ് ആണ് കേട്ടോ. ഈസ്റ്റ് ആണ് നിങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ബഡ്ഡിംഗ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഓക്കെ, മുകുളൻ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് അതിപ്പോ ഒരു 7 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. 7 എണ്ണം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആദ്യത്തെ 3 എണ്ണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. പിന്നീടുള്ള ഒരു 4 എണ്ണമാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും കറക്റ്റ് ആയിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു. ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ ഓർഗൻസ് ഓഫ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിന്റെ പലതരത്തിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് പല ഭാഗങ്ങളുണ്ട്. അതിനകത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പ്ലാന്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താണ്? ഒരു ഡൗട്ട് ഇല്ലാതെ എഴുതി വെച്ചേക്കണം. എന്താണ്? ഫ്ലവർ ആണ്, പൂക്കളാണ് നമ്മുടെ ചെടിയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന സസ്യങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന അവയവം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗങ്ങൾ പഠിച്ചാലോ? അപ്പൊ ഇത് ഫ്ലവർ ആണെന്ന് കരുതിക്കോ. മിസ് എന്തായാലും കളർ മാറ്റാം. യെല്ലോ, ഗ്രീൻ അല്ലല്ല, റെഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണടിച്ചു. ഓക്കെ, അപ്പൊ ഫ്ലവർ, ഈ ഫ്ലവറിന് റീപ്രൊഡക്റ്റീവ് പാർട്ടിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഒന്ന് ജസ്റ്റ് നിങ്ങൾ സൈഡിൽ ഇങ്ങനെ എഴുതി ഫ്ലോ ചാർട്ട് രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇങ്ങനെ 2 രീതിയിലുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ഫ്ലവേഴ്സിന്റെ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങൾ 2 എണ്ണമാണ് ഉള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും. ഇതിന് ഡൗട്ട് ഇല്ലല്ലോ? ഉറപ്പല്ലേ? അതായത് പൂവ് എന്ന് പറയുന്നതാണ് നമ്മുടെ സസ്യങ്ങളുടെ ലൈംഗിക അവയവമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് ഉള്ളത്. ആൺ പ്രത്യുൽപാദന അവയവും പെൺ പ്രത്യുൽപാദന അവയവും. ഇനി ആൺ പ്രത്യുൽപാദന അവയവത്തിന് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമൻ എന്നാണ് വിളിക്കുന്നത്. പെൺ പ്രത്യുൽപാദന അവയവത്തിന് വിളിക്കുന്നത് പിസ്റ്റിൽ എന്നാണ്. ഓക്കെ ആണല്ലോ? ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ? അവരൊന്ന് തമ്പ് കാണിച്ചേടാ. ഓക്കെ, സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മലയാളം നോക്കാം കേട്ടോ. അതായത് മലയാളത്തിൽ പിസ്റ്റിലിനെ വിളിക്കുന്നത് ജെനി എന്നും അതുപോലെ കേസരം എന്നാണ് കേട്ടോ. അതായത് ഇതിനെ കേസരം എന്നും, ആൺ പ്രത്യുൽപാദന ലൈംഗിക അവയവത്തിനെ കേസരം എന്നും ഇതിനെ ജെനി എന്നും വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ സ്റ്റേമൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്ന ഭാഗമാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. കണ്ടാടാ, ഇതുപോലെ ഇരിക്കുന്ന ഭാഗമാണ് സ്റ്റേമൻ. ഒന്ന് വരയ്ക്കാൻ പഠിച്ചേക്കട്ടോ. കാര്യം ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനും ചിലപ്പോൾ വരയ്ക്കാനൊക്കെ ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ വരയ്ക്കാനൊന്ന് പഠിച്ചേക്കാം. വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു പിക്ചർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേമന് അല്ലെങ്കിൽ കേസരത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേരാണ് ആന്തർ. അതായത് ഈ മുകൾ ഭാഗത്ത് തൊപ്പി പോലെ ഇരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആന്തർ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ഇനി ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇല്ലേടാ, ഈ ഒരു ഭാഗം, അതിനെ വിളിക്കുന്ന പേര് ഫിലമെന്റ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ഈ പറയുന്ന സ്റ്റേമന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആന്തറും മറ്റേത് ഫിലമെന്റും. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. അതായത് ഈ പറയുന്ന കേസരത്തിന് 2 ഭാഗങ്ങളുണ്ട്. പരാഗകേസരവും തന്തുകം. ഓക്കെ ആണല്ലോ? സെറ്റ് ആയില്ലേ? ഇനി നമുക്കപ്പോ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. മിസ് ഒന്നും കൂടി പറയാണ്. കാര്യം ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്. ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻ 2 ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ സ്റ്റേമൻ അഥവാ കേസരം എന്നാണ് പറയുന്നത്. ഈ കേസരത്തിന് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആന്തറും ഒന്ന് ഫിലമെന്റും. ഒന്ന് പരാഗകേസരവും പിന്നെ തന്തുകവും. ഇനി ആന്തറിനുള്ളിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട് മക്കളെ. പോളൻ ഗ്രെയിൻസ് എന്താണുള്ളത്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസ് ആണ് എന്ത്? മെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗത്തുള്ളത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗത്ത് വരികയാണെങ്കിൽ ഇതിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. സ്റ്റിഗ്മ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കടുകട്ടിയായിട്ട് തോന്നും, പക്ഷെ എളുപ്പമൊക്കെയുള്ള വഴിയൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന പിസ്റ്റിനുള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മക്ക് സ്റ്റൈൽ ഇത്തിരി ഓവറാണ്. അതാണ് ഇതിന്റെ കോഡ് ഭാഷ. സ്റ്റിഗ്മക്ക് സ്റ്റൈല് ഇത്തിരി ഓവറാണ്. ഇതാണ് ഇതിന്റെ കോഡ് ഭാഷ. അപ്പൊ പിസ്റ്റിൽ അഥവാ ജെനിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം. ഒന്ന് എല്ലാവരും എഴുതിയെടുത്തേക്കട്ടെ. ഇത് അണ്ഡാശയം.
ഇങ്ങനെയാണ് ഈ പറയുന്ന ഫ്ലവേഴ്സിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് പോകുന്നത്. ഇനി ശ്രദ്ധിച്ചേക്ക, ഈ ഓവറി അഥവാ അണ്ടാശയത്തിനുള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒവ്യൂൾ. ഒവ്യൂളിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? എഗ് ഉള്ളത്. എഗ് എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ ഗ്യാമീറ്റ് ആണ്. ഇവിടുത്തെ ഫീമെയിൽ ഗ്യാമീറ്റ് എന്താണ്? മെയിൽ ഗ്യാമീറ്റ് എന്താ? പോളൻ ഗ്രെയിൻസ് ആണ്. ഓക്കെ, ആന്തറിന്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിൻസ് ആണ് എന്ത് പറയുന്നത്? മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് പറയുന്നത്. അവിടെയാണെങ്കിൽ എഗ് ആണുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലവറിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പിസ്റ്റിൽ എങ്ങനെ കാണാനിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇതുപോലെ ഒരു പാത്രം പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പരാഗണ സ്ഥലം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഓവറി അഥവാ അണ്ടാശയം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. ഓക്കെ അല്ലേടാ? ഈ ഒവ്യൂളിൻ്റെ ഉള്ളിൽ എന്താണ്? ഇവിടെ ഒരു എഗ് വരും. ഒവ്യൂളിനുള്ളിലാണ് എഗ് ഉള്ളത്. എഗിന്റെ ഇവിടെ പോളാർ ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിലിന്റെ അല്ലെങ്കിൽ ജെനിയുടെ ആ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇത് രണ്ടും ആന്തറിന്റെ സ്റ്റേമന്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ പിസ്റ്റിലിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ പഠിച്ചേക്കാം കേട്ടോ. ഓക്കെ, അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അത് തന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭാഗങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും പഠിച്ചിരിക്കണം, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചിരിക്കും. ഇനി പോളിനേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂടാ. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗത്തുള്ള ആ ഒരു പോളൻ ഗ്രെയിൻസ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. ഈ വീഴുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഉണ്ടാകുന്ന ആ സ്റ്റേമൻ, അതാണ് നമ്മുടെ പുരുഷ മെയിൽ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ, മെയിൽ ഗ്യാമീറ്റ് വന്നിട്ട് ഈ പറയുന്ന പരാഗണ സ്ഥലത്ത്, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് പോളൻ ഗ്രെയിൻ സെറ്റ് ഓൺ ദ സ്റ്റിഗ്മ. യെസ്, ദ പ്രോസസ് ഓഫ് ദീസ് പോളൻ ഗ്രെയിൻസ് settling on the stigma on the pistil, this female reproductive organ is called. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഈ പറയുന്ന ആ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ആ പിസ്റ്റിലെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. മീൻസ് ഒരു പടം കാണിച്ചിട്ടുണ്ട്, അപ്പൊ കുറച്ചും കൂടി എളുപ്പം. എവിടെ യെസ്, ഇതേടാ. അതായത് ഇവിടെ പോളൻ ഗ്രെയിൻസ്, ഇരിക്കുന്നതാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. അതായത് ഒന്നിൽ ആ സെയിം പ്ലാന്റിലായിരിക്കണം, അല്ലെങ്കിൽ വേറൊരു ഫ്ലവറിൽ, ആ പ്ലാന്റിൽ തന്നെ വേറൊരു ഫ്ലവറിൽ വന്നിട്ട് ഈ പറയുന്ന ആ ഒരു പോളൻ ഗ്രെയിൻസ് വന്ന് വീഴണം. കണ്ടോ, ആ വീഴുന്ന പ്രോസസ്സിനെയാണ്, അതായത് ഇവിടത്തെ ആ ഒരു പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നതാണ് പരാഗണ സ്ഥലത്ത്. അതായത് നമ്മുടെ ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിന് മലയാളത്തിൽ എന്താ പറയുന്നത്? പോളൻ ഗ്രെയിൻസ് നോക്കട്ടെ കേട്ടോ. പോളൻ ഗ്രെയിൻസ് പരാഗരേണുക്കൾ കേട്ടോ. ആ പരാഗരേണുക്കള് നേരെ വന്നിട്ട് ഈ പറയുന്ന പരാഗരേണുക്കൾ വന്നിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റിഗ്മയിൽ അല്ലെ പരാഗണ സ്ഥലത്ത് ഒന്ന് പതിക്കുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. വെറുതെ ഒന്നും പോളിനേഷൻ നടക്കില്ല, അതിന് കുറച്ച് സഹായികളാണ്. ചിലപ്പോൾ അതെന്തായിരിക്കാം? ഇതുപോലെ അതായത് ഹണി ബീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഇൻസെക്റ്റുകളായിരിക്കാം. ചിലപ്പോൾ കാറ്റ് വീശുന്നത് വഴി ഇത് പറന്നിട്ട് നേരെ ഈ പറയുന്ന സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് വന്നിരിക്കാം. അല്ലെങ്കിൽ മഴ പെയ്യുന്നത് വഴി ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗണ രേണുകൾ വന്നിട്ട് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്നിരിക്കാം. അങ്ങനെ പല പ്രോസസ്സിലൂടെ, പല ഏജന്റിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ ബട്ടർഫ്ലൈ വന്ന് നമ്മുടെ ഈ പറയുന്ന ചെടിയിൽ നിന്ന് തേൻ കുടിക്കാനിരിക്കുകയാണെങ്കിൽ തേൻ ബട്ടർഫ്ലൈ കുടിക്കും. പക്ഷേ ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് ബട്ടർഫ്ലൈയുടെ കാലിൽ വന്ന് പറ്റിപ്പിടിക്കുന്നു. ഈ പറ്റിപ്പിടിച്ച് ഈ ബട്ടർഫ്ലൈ, അതായത് പോളൻ ഗ്രൈൻസ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ കാലിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ ബട്ടർഫ്ലൈ ഇതൊന്നും അറിയുന്നില്ല. ബട്ടർഫ്ലൈ വേറെ എന്ത് ചെയ്യും? അടുത്ത ഫ്ലവറിൽ വന്നിട്ട് തേൻ കുടിക്കാനിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് ആ പറയുന്ന ആ ഒരു ഫ്ലവറിൽ വന്ന് വീഴുകയും അവിടെ എന്താണ്? പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ബട്ടർഫ്ലൈ എന്താണ്? ഒരു പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഇൻസെക്റ്റുകൾ എന്താണ്? പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. കാറ്റ് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ വാട്ടർ, മഴ, ഇതൊക്കെ എന്താണ്? പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുകളാണ്, അല്ലെ ഏജൻസികളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പോളിനേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇനി പരാഗണത്തിന് ശേഷം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് പോളിനേഷൻ നടന്നതിന് ശേഷം, ആഫ്റ്റർ പോളിനേഷൻ നടന്നതിന് ശേഷം നമ്മുടെ ഈ പറയുന്നത് ഇതാണ് സ്റ്റിഗ്മ എന്നുള്ളത് മിസ് പറഞ്ഞിരുന്നു. ഇതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറിലുള്ളതാണ് പിസ്റ്റിൽ. ഇങ്ങനെ ഒരു പാത്രത്തിന്റെ ഷേപ്പിലുള്ളതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഈ പിസ്റ്റിൽ വന്നിട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വന്ന് വീണു. പോളൻ ഗ്രെയിൻസിനെ റെഡ് ആയിട്ട് കൊടുക്കാം. പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇത് പറയുന്നത് കേട്ടോ. ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പോളൻ ട്യൂബ് ഇതുപോലെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. എന്തിനാ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് മക്കളെ? ഇവിടെ എന്തുണ്ട്? ഇവിടെയാണ് ഓവറി ഉള്ളത്, അല്ലെ? ഇതാണ് ഓവറി. ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. ഒവ്യൂളിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? എഗ് ഉണ്ട്. പിന്നെ എഗ് മാത്രമാണോ ഉള്ളത്? അല്ല, അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഈ പറയുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അതിന്റെ മുകളിലായിട്ട്
പോളാർ ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഈ താഴത്തേക്കൂടി ഇങ്ങനെ ഇറങ്ങി വരണം. ഇറങ്ങി എന്താണ് ഇവിടെ വന്ന് എഗ് ആയിട്ടാണ് ഫ്യൂസ് ചെയ്യേണ്ടത്. എഗ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എഗ്ഗിലേക്ക് എത്തണം. അതിനായിട്ട് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുമ്പോൾ തന്നെ അവിടെ ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ആ പോളൻ ട്യൂബ് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? ആ പറയുന്ന പോളൻ ഗ്രെയിൻസിലെ രണ്ട് ന്യൂക്ലിയസ് മീൻസ് മെയിൽ ഗ്യാമീറ്റ്. ആ രണ്ട് മെയിൽ ഗ്യാമീറ്റിനെ ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നേരെ വന്നിട്ട് ഈ പറയുന്ന ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. ആ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതിനുശേഷം വേറെ കളറി കാണിച്ചു. പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് വീഴുന്നു. അപ്പൊ തന്നെ എന്താണ് ഈ പറയുന്ന ട്യൂബ് ഫോം ചെയ്യുന്നു. ആ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്യൂബിലൂടെ മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. ആ മെയിൽ ഗ്യാമീറ്റില് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗ്യാമീറ്റാണ് വരുന്നത്. 2 മെയിൽ ഗ്യാമീറ്റ് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു മെയിൽ ഗ്യാമീറ്റ് ഇവിടുത്തെ എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഒരു മെയിൽ ഗ്യാമീറ്റ് ഇവിടുത്തെ പോളാർ ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതാണ് പോളിനേഷന് ശേഷം നടക്കുന്ന ഒരു കാര്യം. മിസ് ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരാഗണ രേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ പോളിനേഷൻ നടന്നതിന് ശേഷം ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് വീഴുന്നു. അവിടെ നിന്നാണ് ഒരു ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ആ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഈ പറയുന്ന ഈ ന്യൂക്ലിയസ്, ഈ പറയുന്ന അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് താഴത്തേക്ക് ഈ ഓവറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ട്യൂബ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ആ 2 മെയിൽ ഗ്യാമീറ്റ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരും. ഒരെണ്ണം ജനറേറ്റീവ് ന്യൂക്ലിയസും ഒന്ന് ട്യൂബ് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന ജനറേറ്റീവ് ന്യൂക്ലിയസ് രണ്ടായിട്ട് വിഭജിക്കും. രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഒരെണ്ണം എഗ് ആയിട്ട് കൂടിച്ചേരുന്നു. ആ എഗ് എന്തായിട്ട് മാറുന്നു? സൈഗോട്ട് ആയിട്ട് മാറുന്നു. അത് പിന്നീട് ഈ പറയുന്ന എംബ്രിയോ ആയിട്ട് മാറി അതൊരു തൈച്ചെടിയായിട്ട് മാറുന്നുണ്ട്. ഇനി അതിനുശേഷം രണ്ടാമത് വരുന്നുള്ള ആ മെയിൽ ഗ്യാമീറ്റ് നേരെ പോളാർ ന്യൂക്ലിയസ് ആയിട്ട് കൂടിച്ചേരുന്നു. അത് എന്തായിട്ട് മാറുന്നുണ്ട്? എൻഡോസ്പേം. അതായത് ആ ഫ്രൂട്ടിന് ആവശ്യമായിട്ടുള്ള എന്താണ് ഭക്ഷണം, അല്ലെങ്കിൽ ആ സീഡിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആ എംബ്രിയോയ്ക്ക് ആവശ്യമായ, അല്ലെങ്കിൽ സൈഗോട്ടിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് അത് മാറുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കോളും. അതല്ലാതെ കാണാപ്പാടം ആരും പഠിച്ചു വെക്കരുത്. ആദ്യം വന്നിട്ട് പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നു. നേരെ പോളൻ ട്യൂബ് ഉണ്ടാവുന്നു. ആ പോളൻ ട്യൂബിലൂടെ 2 ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും താഴത്തേക്ക് ഇറങ്ങി വരുന്നു. അതിനകത്ത് ഈ പറയുന്ന ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് മാറുന്നു. ഒരു മെയിൽ ഗ്യാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് എന്താവുന്നു? ഇത് കാണിച്ചു കേട്ടോ. 1 മെയിൽ ഗ്യാമീറ്റ് എന്തായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ആ എഗ് എന്തായിട്ട് മാറുന്നു? എന്നിട്ട് സൈഗോട്ട് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ സൈഗോട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. എംബ്രിയോ ആണ് പിന്നെ സീഡ്ലിംഗ് ആയിട്ട്, തൈച്ചെടി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതാണ് ആ പ്രോസസ്സ്. ഇനി മറ്റേ മെയിൽ ഗ്യാമീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പോളാർ ന്യൂക്ലിയായിട്ട്, ഇവിടുത്തെ പോളാർ ന്യൂക്ലിയായിട്ട് കൂടുന്നു. എന്നിട്ട് അതെന്തായിട്ട് മാറുന്നു? എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഷോർട്ട് ഫോം ആക്കിയാണ് എഴുതിയേക്കുന്നത്, എൻഡോസ്പേം ആയിട്ട്. അപ്പോൾ ഇതാണ് ആഫ്റ്റർ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണത്തിന് ശേഷം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, മലയാളം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും നമ്മൾ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്യൂസിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. മലയാളം മീഡിയം ഇവിടെ പറയാൻ പറ്റും കേട്ടോ. ഈ സൈഗോട്ടിനെ സിക്താണ്ഡം എന്നാണ് പറയുന്നത്. മെയിൽ ഗ്യാമീറ്റും അതായത് എന്താണ് പോളൻ ഗ്രെയിൻസ്, പരാഗരേണുക്കളും അതുപോലെ തന്നെ എഗ് എന്ന് വെച്ചാൽ എന്താ? അണ്ടവും കൂടി ചേർന്നിട്ട് സിക്താണ്ഡമാണ് ഫോം ചെയ്യുന്നത്. ആ സിക്താണ്ഡം എന്താണ്? ഭ്രൂണമായിട്ട് മാറുന്നു. ആ ഭ്രൂണം പിന്നെ തൈച്ചെടിയായിട്ട് മാറുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോളാർ ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറി ചേർന്ന് എൻഡോസ്പേം ആയിട്ട് മാറുന്നുണ്ട്. സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും നമ്മൾ ഫ്യൂസ് ചെയ്യുകയും സൈഗോട്ട് ഫോം ചെയ്യും, സിക്താണ്ഡം രൂപപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്, ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. ചിലപ്പോൾ ചോദിക്കാം ഫെർട്ടിലൈസേഷൻ എന്താണ്. അതായത് മെയിൽ ഗ്യാമീറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട്, ഇവിടെ പ്ലസ് ആണ്, ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, അതായത് സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് പ്ലാന്റ്സിന്റെ കേസിലാണ്. ഫ്ലവറിന്റെ കേസിലാണ് ഈ സൈഗോട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഭ്രൂണമായിട്ട് മാറുന്നുണ്ട്. ഭ്രൂണം പിന്നീട് സീഡ്ലിംഗ് അഥവാ തൈച്ചെടിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി കൊടുത്തിട്ട്, രണ്ടാമത്തെ ബീജം പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. എൻഡോസ്പേം ആണ് ഭ്രൂണത്തിന് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എംബ്രിയോയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളുള്ളൂ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് അതുപോലെ മിസ് ചെയ്ത പോലെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അതായത് സ്പേമും, അതായത് ഈ പറഞ്ഞ മെയിൽ പോളൻ ഗ്രെയിൻസ് ആണ്
അതിലെ മെയിൽ ഗാമറ്റ് എന്ന് പറയുന്നത്. ഒവ്യൂളിലുള്ള എഗ് ആണ് ഫീമെയിൽ ഗാമറ്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടി ചേർന്ന പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? സൈഗോട്ട് അഥവാ സിക്താണ്ഡം രൂപപ്പെടുന്നു. സിക്താണ്ഡത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? സിക്താണ്ഡം പിന്നീട് എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണമായിട്ട് മാറുന്നു. അത് പിന്നീട് തൈച്ചെടിയായിട്ട് അല്ലെങ്കിൽ സീഡ്ലിംഗ് ആയിട്ട് മാറുന്നു. ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് അത് വേർഡ്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഫ്ലോ ചാർട്ട് രൂപത്തിൽ പഠിക്കുക, വേർഡ്സ് ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അതായത് ക്വസ്റ്റ്യൻ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഫ്ലോ ചാർട്ട് പഠിക്കാൻ പറയുന്നത് കേട്ടോ. മിസ്സിന് മൂക്കിന് എന്തോ പടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ മൂക്കൂട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്ലാന്റ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനത്തിനെ കുറിച്ചിട്ടാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നീ ഇപ്പൊ നേരത്തെ കണ്ടില്ല, മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ളതിനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഒന്നും ഫ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്തരം റീപ്രൊഡക്ഷൻസിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയാം. മക്കളെ ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പ്രൊനൗൺസ് ചെയ്യും, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പ്രൊനൗൺസ് ചെയ്യും. നിങ്ങളുടെ സ്കൂളിൽ എന്താണോ പ്രൊനൗൺസ് ചെയ്യുന്നത് ആ രീതി പോട്ടെ. മിസ് ഒക്കെ പഠിച്ചത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. പക്ഷേ ചില സ്ഥലത്തൊക്കെ മിസ് കേട്ടിരുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത്. അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് ഒന്നും ഫ്യൂസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അത്തരം റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇനി ഇത് മനുഷ്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന സസ്യങ്ങളിലായാലും മനുഷ്യനിലായാലും ഇങ്ങനത്തെ വ്യവസ്ഥകളുണ്ട്, പക്ഷെ ഡിഫറെന്റ് ആണ്. അടുത്ത മനുഷ്യന് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഈ ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കുന്നത്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, നമുക്ക് കുറെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്. അവയൊക്കെ എന്താണ്? ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന റീപ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലൈംഗിക വളർച്ചയൊക്കെ സഹായിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്. അവയുടെ നിന്നുള്ള എന്ത് ചെയ്തിട്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനത്തെ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഈ എല്ലാ ഹോർമോൺസും കുറെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞില്ലേടാ, അവയെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അവയുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ എല്ലാ പ്രോസസ്സും കറക്റ്റ് ആയിട്ട് കൺട്രോൾ ആയിട്ട് കോർഡിനേറ്റ് ആയിട്ട് പോകുന്നത്. നമ്മളൊരു ലഡു കഴിക്കുമ്പോൾ നോർമലി നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ കൂടുന്നുണ്ട്. അത് കുറയ്ക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഹോർമോൺ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും നമ്മുടെ ബോഡിയിലെ വാട്ടറിന്റെ ലെവൽ കുറഞ്ഞു പോയി. അപ്പൊ അത് കൂട്ടാനായിട്ട് എന്താണ്? വാസോപ്രസിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഹോർമോൺസുകളാണ് നമ്മുടെ എല്ലാ ബോഡിയിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ കോർഡിനേറ്റ് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഹോർമോൺസുകളാണ്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷനെയും സഹായിക്കുന്നത് എന്ന് തന്നെയാണ് ഈ പറയുന്ന കുറച്ച് ഹോർമോൺസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ വി വിൽ ഡിസ്കസ് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് പുരുഷന്മാരിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കണം. ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ നമുക്ക് വി വിൽ ഡിസ്കസ് അബൌട്ട് വൺ ബൈ വൺ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടെസ്റ്റിസിനെ കുറിച്ച് പഠിക്കാം. അതായത് താഴെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിനെയാണ് ടെസ്റ്റിസ് അഥവാ വൃക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പേംസിനെ അല്ലെങ്കിൽ പുംബീജങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ സെക്സ് ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്ററോണെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ടെസ്റ്റിസ് ആണ്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറയുമ്പോൾ ഇവരുടെ അതായത് പെന്നീസിന് തൊട്ട് താഴെ, ലിംഗത്തിന് തൊട്ട് താഴെ ഒരു സ്ക്രോട്ടൽ ആയിരിക്കുന്ന ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ കാണപ്പെടുന്നതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. 2 ടെസ്റ്റിസുകളാണ് ഉള്ളത്. അപ്പൊ ഈ ടെസ്റ്റിസുകളുടെ ജോലി എന്താണ്? സ്പേമിന്റെ പ്രൊഡക്ഷൻ ആണ്. അതായത് പുംബീജങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റിസിന്റെ അല്ലെങ്കിൽ വൃക്ഷണത്തിന്റെ ജോലിയായിട്ട് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസിന് താഴെ വന്നാൽ മാത്രമാണ്, അതായത് ആ ഒരു സ്ക്രോട്ടൽ സാക്ക് അല്ലെങ്കിൽ ആ ഒരു സഞ്ചി ഉണ്ടെന്ന് പറഞ്ഞില്ല, സഞ്ചിയുടെ ഉള്ളിലാണ് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃക്ഷണങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നോർമൽ ആയിരിക്കുന്ന 37 ഡിഗ്രിയിലൊന്നും അവിടെ സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കുകയില്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയ 37നേക്കാൾ 2 ഡിഗ്രി എങ്കിലും കുറയണം. അതായത് ചിലപ്പോൾ 35 ഡിഗ്രിയോ അല്ലെങ്കിൽ 35.5 ഡിഗ്രിയോ അല്ലെങ്കിൽ 34.5 ഡിഗ്രിയോ ആ ഡിഗ്രി സെൽഷ്യസ്, അതായത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും 2 ഡിഗ്രി സെൽഷ്യസ് മിനിമം എങ്കിലും കുറഞ്ഞാൽ മാത്രമാണ് അവിടെ സ്പേമിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്? സ്പേമിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് ആ ഒരു പോയിന്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പഠിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ടെസ്റ്റിസിൽ നിന്ന് ഒരു ഡക്റ്റ് പോകുന്നത് കണ്ടാണ്. ഒരു ഡക്റ്റ് പോകുന്നത് കണ്ടത് ഇപ്പുറത്തായാലും ഒരു ഡക്റ്റ് പോകുന്നുണ്ട്. ഈ ഡക്റ്റ് ആ ഒരു കുഴലിനെ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്.
വാസ്റ്റ് ഡിഫറൻസ്. അതായത് ഈ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന സെക്സ് ഹോർമോൺസ് ആയാലും അതുപോലെ തന്നെ സ്പേംസിനെ പുംബീജങ്ങളെ ആയാലും ഈ പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്പേമിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുംബീജത്തിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വഴിയുണ്ട്. ഈ വഴിയുടെ പേരാണ്, ഈ ഒരു ഡക്റ്റിന്റെ പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്യൂബിന്റെ പേരാണ് എന്താ, വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ട്രാൻസ്പോർട്ട് മെയിൽ ഗ്യാമേറ്റ് ഫ്രം എവിടെ നിന്നാണ്, ടെസ്റ്റിസ് ടു യുറേത്ര, ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആ ഒരു കുഴലിന്റെ പേരാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ടെസ്റ്റിസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അല്ലെ ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ കുഴലിന്റെ പേരാണ് വാസ് ഡിഫറൻസ് അഥവാ ബീജവാഹി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. യെസ്, ബീജവാഹി. വൃക്ഷണങ്ങളിൽ നിന്ന് പുരുഷ ബീജങ്ങളെ മൂത്രനാളത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ യുറേത്രയിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഈ ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കുഴലിനുള്ളത്. ഇനി ഈ കുഴൽ വന്ന് അവസാനിക്കുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലടാ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന വൃക്ഷണങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേമിനെ, അതായത് സ്പേമിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പറയും. പക്ഷെ സ്പേമിന് ആവശ്യമായിരിക്കുന്ന ന്യൂട്രീഷൻസ് കൊടുക്കുന്നത് എന്താണ്, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. It produces a fluid that contains substance needed for nourishment and movement of sperm. നമുക്കറിയാം, ഒരു പുഴയിൽ നിന്ന് നമ്മൾ ഒരു മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ മീൻ നീന്തോടാ ഇല്ല, അതിന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ടർ ആവശ്യമാണ്. അത് തന്നെയാണ് നമ്മുടെ സ്പേം അഥവാ പുംബീജത്തിന്റെയും കാര്യം. അതായത് പുംബീജത്തിനായാലും സ്പേമിനായാലും മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ, ഒരു ഫ്ലൂയിഡിന്റെ ആവശ്യമാണ്. ആ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ആര്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ നിന്ന് സ്പേം ഉൽപ്പാദിപ്പിക്കുന്നു, അത് എന്ത് വഴി, ഈ പറയുന്ന വാസ് ഡിഫറൻസ് അഥവാ ബീജവാഹി വഴി നേരെ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, സ്പേമിന് ആവശ്യമായ അല്ലെങ്കിൽ പുംബീജങ്ങൾക്ക് ആവശ്യമായ ഒരു നറിഷ്മെന്റിനായിട്ട് ഒരു ഫ്ലൂയിഡ് ഇവിടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥിയുടെ പേരെന്താണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പേമിന് മൂവ് ചെയ്യാനും സ്പേമിന് നല്ല നറിഷ്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ധർമ്മം എന്താണെന്ന് ചോദിക്കും. എന്താണ്, സ്പേംസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുകയും സ്പേംസിന് മൂവ് ചെയ്യാനുള്ള ആ ഫ്ലൂയിഡ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യലാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ധർമ്മമായിട്ട് വരുന്നത്. ഇനി അതിനുശേഷം തൊട്ട് താഴെയുള്ള ഈ ഭാഗമാണ് പെന്നീസ് എന്ന് പറയുന്നത്, മലയാളത്തിൽ ലിംഗം എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇതൊരു ഡക്റ്റ് ആണ്. ഇതിലൂടെയാണ് ഇവ ഉൽപ്പാദിപ്പിച്ച പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിച്ച ആ ഒരു ഫ്ലൂയിഡും അതുപോലെ നമ്മുടെ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിച്ച ആ ഒരു സ്പേം, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉൽപ്പാദിച്ച ഫ്ലൂയിഡും അതുപോലെ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിച്ച ആ സ്പേമും കൂടി നമ്മൾ വിളിക്കുന്ന സെമൻ അഥവാ ശുക്ലം എന്നാണ് കേട്ടോ. ഓക്കെ, അതായത് ഇവിടുത്തെ സ്പേമും ഇവിടുത്തെ ഫ്ലൂയിഡും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെമൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ശുക്ലം എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഈ സെമൻ പുറത്തേക്ക് പോകാനുള്ള ഒരു ഡക്റ്റ്, ഒരു കുഴലാണ് എന്ത് പറയുന്നത്, പെന്നീസ് എന്ന് പറയുന്നത്, വഴിയാണ് കേട്ടോ. ഇതിനുള്ള അതായത് അതെ ഈ പറയുന്ന ആ ഒരു ശുക്ലം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്, ആ ദ്രാവകം പുറത്തേക്ക് കളയാനുള്ള ആ ഒരു ഡക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, പെന്നീസ് എന്ന് അല്ലെങ്കിൽ ലിംഗം എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ പറയുന്ന മെയിൽസിനെ സംബന്ധിച്ച് പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡക്റ്റിലൂടെ തന്നെയാണ് ഇവര് യൂറിൻ പാസ് ചെയ്യുന്നത്. യൂറിൻ പോകുന്നതും ഈ ഒരു കുഴലിലൂടെ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കൊടുത്തത്, ത്രൂ ദിസ് ഡക്റ്റ് ബോത്ത് യൂറിൻ ആൻഡ് സ്പേം ഡിസ്ചാർജ്. അതായത് യൂറിൻ ഡിസ്ചാർജ് ചെയ്യുന്നത്, സ്പേം ഡിസ്ചാർജ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഈ ഒരു പെന്നീസ് അഥവാ ലിംഗം എന്ന് പറയുന്ന ഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്ത പോയിന്റ് ആണ്, ഇറ്റ് ഹെൽപ് ടു ഡെലിവർ ദ സ്പേം ഇൻ ടു ദ വജൈന. അതായത് ഇവ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആ സ്പേം, ആ സെമൻ എന്ന് പറയുന്നതിനെ വജൈനയിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, പെന്നീസ് അഥവാ ലിംഗം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ അത് പഠിക്കും കേട്ടോ. ഇനി അടുത്തത് പുരുഷന്മാരെ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി സ്ത്രീകളുടെ പറയാം കേട്ടോ. അതിന് മുമ്പ് മിസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു. അതായത് പുരുഷന്റെ ലിംഗത്തിന് തൊട്ട് താഴെ കാണുന്ന സ്ക്രോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ക്രോട്ടൽ സാക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നോർമലി പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ സ്പേമിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് സാധാരണ ശരീരത്തിലെ താപനിലയേക്കാൾ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിനേക്കാൾ 2 തൊട്ട് 2.5 വരെ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഉണ്ടായാൽ മാത്രമാണ് സ്പേംസ് അല്ലെങ്കിൽ ബീജങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഇനി പറയുന്നത്, ഈ താപനില ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രോട്ടൽ സാക്ക് സങ്കോച വികാസം സഹായിക്കുന്നത്. അതായത് ഈ സ്ക്രോട്ടൽ സാക്കിന്റെ ആ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ് ഈ പറയുന്ന ആ ഒരു ടെസ്റ്റിസിന്റെ അല്ലെങ്കിൽ വൃഷണങ്ങളുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒരു പെണ്ണ് ഇങ്ങനെ കൈ കാട്ടുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ളത്. അപ്പൊ ഈ കാണുന്നത്, ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയിലട, അതിന്റെ പേരാണ് എന്താ,
എന്താണ് അതിന്റെ പേര്? ഓവറി എന്നാണ്, അണ്ടാശയം എന്നാണ് പറയുന്നത്. ഈ അണ്ടാശയത്തിലാണ് എന്ത്? ഓവറി പ്രൊഡ്യൂസ് ഓവം. അണ്ടാശയം എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്? അണ്ടം ഉത്പാദിപ്പിക്കുന്നുണ്ട്. അണ്ടം മാത്രമല്ല, ഫീമെയിൽസിന്റെ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉത്പാദിപ്പിക്കുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന ഓവറി അഥവാ അണ്ടാശയമാണ്. ഒന്ന് ശ്രദ്ധിക്കാം, പുരുഷന്മാരുടെ എടുത്ത് നോക്കുമ്പോൾ ടെസ്റ്റിസ് ഒരൊറ്റ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. പുരുഷന്മാർക്ക് ഒരു സെക്സ് ഹോർമോൺസേ ഉള്ളത്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതേസമയം സ്ത്രീകളില് രണ്ട് ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കൈ ഇങ്ങനെ തൂക്കിയിട്ട ഭാഗത്ത് കാണുന്ന ഈ മുട്ട, ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് എന്താ? ഓവറി അഥവാ അണ്ടാശയം എന്ന് പറയുന്നത്. ഈ അണ്ടാശയമാണ് എന്താ? അണ്ടം അല്ലെങ്കിൽ ഈ പറയുന്ന എഗ് അല്ലെങ്കിൽ ഓവം ഉത്പാദിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഓവം ഉത്പാദിപ്പിക്കലല്ല അവരുടെ ജോലി, അതല്ലാതെ വേറൊരു ജോലി കൂടി ഉണ്ട്, ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിന്റെ പേര് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഇനി ഇവ ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺസ് വന്ന് ഈ പറയുന്ന ഈ ഒരു കുഴലിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഈ ഒരു പാത്വേ വിളിക്കുന്ന പേരാണ്, ഈ ഒരു പാത്വേ ആണ് ഈ രണ്ട് ഭാഗത്തുള്ളത്, അതിന്റെ പേരാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. ഫെലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹി എന്നാണ് മലയാളത്തിൽ പറയുന്നത്, അല്ലെ? യെസ്, അണ്ടവാഹി എന്ന് പറയുന്നത്. അണ്ടവാഹി അല്ലെ ഫെലോപ്പിയൻ ട്യൂബിന്റെ ജോലി എന്ന് വെച്ചാൽ ഇവ ഉത്പാദിപ്പിക്കുന്ന ഈ ഓവത്തിനെ ഈ പറയുന്ന യൂട്രസ്, ഈ കാണുന്ന ഭാഗമില്ലാണ്, ഇതാണ് യൂട്രസ് എന്ന് പറയുന്നത്, ഈ ഭാഗത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന ഫെലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹി എന്ന് പറയുന്നത്. പിന്നെ ഈ അണ്ടവാഹിയുടെ മറ്റൊരു പ്രത്യേകത, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചേക്കാം. ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബുകളിൽ വെച്ചിട്ടാണ്. ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ചിലപ്പോൾ ചോദിക്കാം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും ഓവറിയിൽ വെച്ചിട്ടാണെന്നുള്ളത്, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ യൂട്രസിൽ വെച്ചാന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അല്ല, തെറ്റാണ്. എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ പേര് അണ്ടാശയം എന്നാണ്, അല്ലെങ്കിൽ ഓവറി എന്നാണ്. ഇനി ഈ ഒരു ഭാഗത്തിന്, ഈ രണ്ട് ഭാഗത്തിന് പേര്, രണ്ട് ഓവറിയാണ് സ്ത്രീകൾക്കുള്ളത്, രണ്ട് അണ്ടാശയങ്ങളാണ് സ്ത്രീകൾക്കുള്ളത്, പുരുഷന്മാർക്കും രണ്ട് ടെസ്റ്റിസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ആ ഓവത്തിനെ ക്യാരി ചെയ്യുന്ന ഈ ഒരു ട്യൂബിനെ വിളിക്കുന്ന പേര് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹി എന്നാണ്. ഇനി ഈ ഭാഗം കണ്ടാണ്, ഈ ഒരു ഭാഗത്തിനെയാണ് ഗർഭാശയം അഥവാ യൂട്രസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെയാണ് കുഞ്ഞ് ബേബി ഒക്കെ വളർന്നത്. എവിടെയാണ്? ഈ പറഞ്ഞ യൂട്രസിന്. ഓക്കെ അല്ലെ? ദ പാർട്ട് ദാറ്റ് കംപ്ലീറ്റ് ദ ഗ്രോത്ത് ഓഫ് എംബ്രിയോ, ആ ഒരു ഭ്രൂണം പൂർണ്ണമായിട്ട് വളർച്ചയെത്തുന്നത് എവിടെയാണ്? ഈ പറയുന്ന എവിടെ? യൂട്രസിൽ വെച്ചിട്ടാണ്. ഇനി അതിനുശേഷം ഇതിന്റെ താഴത്തുള്ളത് ഈ ഒരു ഭാഗത്തിനെയാണ് വജൈന എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് വജൈന, ഈ ഒരു ഭാഗത്തിനെ സെർവിക്സ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, അപ്പൊ നിങ്ങൾ സെർവിക്സ് എന്നുള്ള പഠിച്ചിരിക്കുന്ന കുഴപ്പമില്ല. ഈ ഒരു താഴെ ഒരു ഭാഗത്തിന് നമ്മൾ വജൈന അഥവാ യോനി എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് യൂട്രസിൽ നിന്ന്, അതായത് ഇവിടെ ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഈ വജൈന എന്ന് പറയുന്നത്. നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ കുട്ടി പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഈ വജൈന അല്ലെങ്കിൽ യോനി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സെമൻ നമ്മൾ പറഞ്ഞിരുന്നു, പുരുഷന്റെ എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ സെമൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ സെമൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന വജൈനയിലാണ്. സോ ഇറ്റ് ഈസ് വേർ ദ സെമൻ ഈസ് ഡിപ്പോസിറ്റഡ്. ഓക്കെ, അപ്പൊ സെമൻ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഈ പറയുന്ന വജൈനയിലാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഈ പെന്നീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സെമൻ ഡിപ്പോസിറ്റ്. പെന്നീസ് ഇത് ഈ വജൈനയുടെ ഭാഗത്ത് ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെമത്തിനെ അല്ലെങ്കിൽ ശുക്ലത്തിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത് ബേബി കം ഔട്ട് ത്രൂ ദിസ് പാർട്ട്. അതായത് ചൈൽഡ് ബർത്ത്, പ്രസവ സമയത്ത് കുട്ടി പുറത്തേക്ക് പോകുന്നത് ഏതാണ്? ഈ ഒരു വഴിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ വജൈനയെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത് യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് വജൈന. രണ്ടാമത് പറയുന്നത് സെമൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ വജൈനയിലാണ്. മൂന്നാമതായി പറയുന്നത് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കുട്ടി പുറത്തേക്ക് പോകുന്നത് എന്തിലൂടെയാണ്? വജൈനയിൽ കൂടിയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫംഗ്ഷൻസ് തന്നിട്ട് അത് ഏത് ഭാഗമാണെന്ന് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. രണ്ടെണ്ണത്തിന്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയാലും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയാലും, അതായത് പെൺ പ്രത്യുൽപാദന അവയവ്യവസ്ഥയായാലും അതുപോലെ തന്നെ ആൺ പ്രത്യുൽപാദന അവയവ്യവസ്ഥയായും മനുഷ്യന്റെ കേസിൽ അത് നിങ്ങൾ പടം ഒന്ന് നോക്കി വെച്ചേക്കുക. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിന്റെ ഫംഗ്ഷൻസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? ഇനി ഗ്യാമേറ്റ്, അതായത് ലിംഗകോശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, സ്ത്രീകളിലാണെങ്കിൽ ഓവമാണ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഓവമാണ് എന്താ? നമ്മുടെ ഈ പറയുന്ന ഫീമെയിൽസിലുള്ള ലിംഗകോശം അല്ലെങ്കിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്. ഓവം അല്ലെങ്കിൽ എഗ് എന്നാണ് പറയുന്നത് കേട്ടോ, എഗ് എന്നാണ് പറയുന്നത്. ഇനി പുരുഷന്മാരിലുള്ളത്, മെയിൽസിലാണെങ്കിൽ അവരുടെ മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പേം ആണ് അല്ലെങ്കിൽ പുംബീജമാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഈ പറയുന്ന ലിംഗകോശങ്ങൾ എന്ന് പറയുന്നത്. മെയിൽസിലാണെങ്കിൽ സ്പേം ആണ്, ഫീമെയിൽസിലാണെങ്കിൽ എഗ് ആണ്.
അപ്പോ ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പറ്റുന്നത്. സ്പേം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് മോട്ടൈൽ ആണ്, മൂവബിൾ ആണ്. മോട്ടൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ കഴിവുള്ളവയാണ് സ്പേം എന്ന് പറഞ്ഞാൽ. അതേസമയം എഗ് എന്താണ്, സ്റ്റേഷനറി ആണ്, അത് അനങ്ങില്ല, അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടാമത് സ്പേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പേമിന്റെ ബോഡി 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹെഡ്, മിസ് കളർ മാറ്റാം കേട്ടോ. ഓക്കെ, ഒന്ന് ഹെഡ്, അതുപോലെ തന്നെ ബോഡി, ടെയിൽ, അതായത് തല, അതുപോലെ തന്നെ ബോഡി, അതുപോലെ തന്നെ ടെയില്, ഇത്രയും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തല, അതുപോലെ തന്നെ ഉടൻ, വാല്, ഇങ്ങനെ 3ആയിട്ടാണ് നമ്മുടെ സ്പേമിന്റെ ഭാഗങ്ങളെ, സ്പേമിന്റെ ശരീരത്തിന് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന സ്പേമിന്റെ വാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടെയില് മൂവ് ചെയ്യാൻ, ചലിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ന്യൂക്ലിയസ് ഉള്ളത് ഈ പറയുന്ന സ്പേമിന്റെ തലയിലാണ് അല്ലെങ്കിൽ ഹെഡിലാണ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്പേമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഫീമെയിൽ ഗ്യാമേറ്റ് ആയി എഗ്ഗിനെ കുറിച്ച് പഠിക്കാനുള്ളത്, അത് സ്റ്റേഷനറി ആണ്. പിന്നെ ഈ പറയുന്ന സ്പേമിനെ വെച്ച് നോക്കുമ്പോൾ വലുതാണ്, സ്പേമിനേക്കാൾ വലുതാണ് എഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വയ്ക്കുമ്പോൾ ഇതൊന്ന് നോക്കട്ടെ. സ്പേം അഥവാ പുംബീജം മെയിൽ ഗ്യാമേറ്റ് ആണ്, അതായത് പുരുഷന്മാരിലെ ലിംഗകോശമാണ് ഇത് സ്പേം അഥവാ പുംബീജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബോഡിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹെഡ്, ബോഡി, ടെയില്, തല, ഉടല്, വാൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ തലയിലാണ് എന്തിരിക്കുന്നത്? ന്യൂക്ലിയസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മർമ്മം ഇരിക്കുന്നത്. പിന്നെ വാൽ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ടെയിൽ ഉപയോഗിച്ചിട്ടാണ് അവര് മാധ്യമത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഫ്ലൂയിഡിൽ ചലിക്കുന്നത്. ഇനി ഓവം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഓവം, അണ്ഡം എന്ന് പറയുന്നു. അണ്ഡം എന്താണ്? സ്പെറിക്കൽ ആയിരിക്കുന്ന ഷേപ്പാണ്, ഗോളാകൃതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെന്താണ്, ഇത് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയ ലെയർ അവരുടെ ചുറ്റുമുണ്ട്, അതായത് ഇത്തിരി കൂടെ കട്ടിയുള്ളതാണ്. പിന്നെ പുംബീജത്തിനേക്കാൾ വലിപ്പം കൂടുതലാണ്, സ്പേമിനേക്കാൾ, അതായത് മെയിൽ ഗ്യാമേറ്റിനേക്കാൾ ലാർജ് സൈസ് ആണുള്ളത്. ചലനശേഷിയില്ല, അതായത് ഇറ്റ് ഹാസ് നോ എബിലിറ്റി ടു മൂവ്, ഇത് മൂവ് ചെയ്യാൻ കഴിവില്ലാത്തതാണ് ആര്? ഓവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബോക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത്, സ്പേം എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ട്, ഹെഡ്, ബോഡി, ടെയില്. ഓവത്തിന്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ആയിരിക്കുന്നതാണ്, ഗോളാകൃതിയാണ്. സൈസ് എന്താണ്? നമ്മുടെ സ്പേം അല്ലെങ്കിൽ പുംബീജം എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ അതേസമയം ഓവം എന്താണ്? കമ്പാരിറ്റീവ്ലി അത് ലാർജ് ആണ്. മോട്ടിലിറ്റി, ചലനശേഷി എന്താണ്? സ്പേമിന് ഉണ്ട്, അതേസമയം നമ്മുടെ ഓവത്തിന് മോട്ടിലിറ്റി ഇല്ല, നോൺ മോട്ടൈൽ ആണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി ഫെർട്ടിലൈസേഷൻ, നമ്മൾ ഈ പറയുന്ന പ്ലാന്റ്സിന്റെ ഫെർട്ടിലൈസേഷൻ പഠിച്ച പോലെ തന്നെ ഹ്യൂമൻസിലും എന്തുണ്ട്? ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം ഉണ്ട്. അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്, സിക്താട്ടം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് വൃക്ഷണങ്ങളിൽ നമ്മൾ ടെസ്റ്റിസിൽ രൂപം കൊള്ളുന്ന പുംബീജങ്ങൾ അല്ലെങ്കിൽ സ്പേംസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ എത്തിക്കഴിയുമ്പോൾ അവ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു ഫ്ലൂയിഡുമായിട്ട് ചേർന്ന് എന്തുണ്ടാവുന്നു എന്ന് പറഞ്ഞു? സെമൻ ഉണ്ടാവുന്നു എന്നുള്ള പറഞ്ഞിരുന്നു. ഓൾറെഡി പറഞ്ഞ ടെസ്റ്റിസ് ഉത്പാദിപ്പിക്കുന്ന സ്പേമും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് കൂടി ചേർന്നിട്ട് എന്താണ്? സെമന്റെ രൂപത്തിലാണ് പെന്നീസിലൂടെ, ലിംഗത്തിലൂടെ അത് പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം. അതായത് ഈ പറയുന്ന സെമൻ പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ശുക്ലം പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ലിംഗം, ആ ലിംഗം ഉപയോഗിച്ചാൽ പെന്നീസ് ഉപയോഗിച്ചിട്ട് വജൈനയിലാണ് ഈ ഒരു സെമൻ അല്ലെങ്കിൽ ശുക്ലം കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മിസ് ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വരയ്ക്കാട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതായത് ഇങ്ങനെ 2 കൈ പോലെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനത്തെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് യൂട്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്ഖലനം അഥവാ ഇജാക്കുലേഷൻ, അതായത് സെമൻ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്ഖലനം എന്ന് പറയുന്നത്. ഈ സ്ഖലനം നടക്കുന്ന സമയത്ത് ആ പെന്നീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലിംഗം ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന യോനിയിൽ അല്ലെങ്കിൽ വജൈനയിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുപോയിട്ട് ആ സെമൻ അല്ലെങ്കിൽ ആ ശുക്ലം എന്ത് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആ സെമനിൽ എന്തുണ്ട്? സ്പേംസ് ഉണ്ട്. ഓക്കെ, അതായത് പുംബീജങ്ങളുണ്ട്. ഈ സ്പേംസിന് പ്രത്യേകത എന്താ? ചലനശേഷിയുള്ളവയാണ്. അവ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് മൂവ് ചെയ്ത് ഈ പറഞ്ഞ യൂട്രസിലൂടെ നേരെ ഫലോപ്പിയൻ ട്യൂബ്യൂൾ വഴി നേരെ ഇവിടെ വരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന 2 ഓവം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഈ ഓവത്തിൽ നിന്ന് ഒരു ഓവം, എല്ലാ മാസവും സ്ത്രീകൾ ഒരു ഓവമാണ് റിലീസ് ചെയ്യുന്നത്. ആ ഒരു ഓവത്തിൽ അത് ഫ്യൂസ് ചെയ്യുന്നു, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെയാണ്? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയാം. അതായത് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പെന്നീസിൽ നിന്ന് ഈ പറയുന്ന സെമൻ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഇജാക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് എവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ
പറയുന്ന വജൈനയിൽ കൊണ്ടുപോയി യോനിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആ സെമിനിൽ നിന്നുള്ള സ്പേമ് ഈ അണ്ടാശയം വഴി, അതായത് സോറി അണ്ടാശയത്തിലേക്ക് എത്താനായിട്ട് നമ്മുടെ യൂട്രസ് വഴി എന്ത് ചെയ്തു, യൂട്രസ് വഴി അണ്ടവാഹി വഴി അല്ലെങ്കിൽ യൂട്രസ് വഴി ഫെലോപ്പിയൻ ട്യൂബിൾ വഴി എവിടെ എത്തുന്നുണ്ട്, ഈ ഒരു ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിളിന്റെ ഈ ഒരു അണ്ടത്തിന്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ ഓവത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് എന്താ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എവിടെ വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന ഫെലോപ്പിയൻ ട്യൂബിൾ അഥവാ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ഈ പറയുന്ന പോലെ സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഓവുലേഷൻ നാം പറഞ്ഞിരുന്ന അവിടെ ഒരു ഓവം ഉണ്ടാവുന്നത്. ആ ഓവം ഉണ്ടാവുന്നത് ഇവിടെ പറഞ്ഞില്ലേ മിസ്, എല്ലാ മാസം എല്ലാ സ്ത്രീകളിലും എന്താണ് ഒരു ഓവം റിലീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ഓവർ റിലീസ് ചെയ്തു, പിന്നെ അടുത്ത മാസവും ഇപ്പുറത്തെ ഓവറിൽ നിന്ന് ഒരു ഓവർ റിലീസ് ചെയ്തു, പിന്നെ അടുത്ത മാസവും ഇവിടുത്തെ ഓവറിൽ നിന്ന് ഒരു ഓവർ റിലീസ് ചെയ്തു. ഇങ്ങനെ റിലീസ് ചെയ്യുന്നതെന്ന് പറയും. ഈ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ഫുള്ളി മെച്ചുവർഡ് ഓവം ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി ഈസ് കോൾഡ് ഓവുലേഷൻ. അതായത് അണ്ടാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്തിയ അണ്ടം പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് അണ്ടോൽപാദനം അഥവാ ഓവുലേഷൻ എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകളിലും എന്താണ്, ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന പ്രോസസ്സാണ്. ഒരു മാസം ലെഫ്റ്റ് ഓവറിൽ നിന്നാണ് വന്നെങ്കിൽ അടുത്ത മാസം എന്താണ്, റൈറ്റ് ഓവറിൽ നിന്നാണ് ഓവുലേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഓവുലേഷൻ എന്നോട് മീൻ ചെയ്യുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്നതിനോട് ബന്ധപ്പെട്ട്, അതായത് ഓവുലേഷൻ ഞാൻ ആ പടം ഒന്ന് കാണിച്ചു കേട്ടോ. യെസ്, ഓക്കെ, അതായത് ഈ ഓവറിൽ നിന്ന് ഈ ഓവർ റിലീസ് ചെയ്യുന്നതിനാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓവറിൽ നിന്ന് ഈ ഓവർ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഗർഭാശയത്തിലെ ഒരു ഭിത്തിയുണ്ട്, എൻഡോമെട്രി എന്ന് പറയുന്ന ഭിത്തി. ആ ഭിത്തി എന്ത് ചെയ്താണ്, നന്നായി കട്ടി കൂടുന്നുണ്ട്. കാര്യം എന്താണ്, എങ്ങാനും ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുമോ, അങ്ങനെയാണെങ്കിൽ കുട്ടി ഉണ്ടാവില്ലേ, ബേബി ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാവുമല്ലോ, അത് എംബ്രിയോട്ട് മാറി ഈ പറഞ്ഞ യൂട്രസിലാണല്ലോ വരുന്നത്. അപ്പൊ യൂട്രസിനെ ഒന്ന് കട്ടി കൂട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന എൻഡോമെട്രിയത്തിന്റെ കട്ടി കൂടിയ വാൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ്, നശിച്ചിട്ട് താഴത്തേക്ക് യോനിയിലൂടെ അല്ലെങ്കിൽ വജൈനയിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ, ഓവുലേഷൻ നടന്ന ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, ഓവുലേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് ബേബി ആയിട്ട് യൂട്രസിൽ വളരുന്നു. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, ബീജസംയോഗം നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂട്രസിൽ പുതിയതായിട്ട് രൂപം കൊണ്ട എല്ലാ കലകളും എന്ത് ചെയ്യുന്നുണ്ട്, പൊഴിഞ്ഞ് വജൈനയിലൂടെ അല്ലെങ്കിൽ യോനിയിലൂടെ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഓവുലേഷൻ കഴിഞ്ഞു. ഇനി ഓവുലേഷൻ നടന്നില്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് അതെന്താ, മെൻസ്ട്രേഷൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ, സെറ്റ്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, സൈഗോട്ടായിട്ട് മാറി, അത് എംബ്രിയോട്ട് മാറി, അത് കുഞ്ഞു ബേബി ആയിട്ട് മാറി യൂട്രസിൽ വളരുന്നുണ്ട്. പിന്നെ 10 മാസം കഴിയുമ്പോൾ വജൈനയിലൂടെ പുറത്തു വരുന്നു. ഓക്കെ അല്ലേ? ഇനി ബിഹേവിയർ ഗ്രോത്ത്, നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഇനി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരണ്ടേടാ, വളരണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അഥവാ കോശ വിഭജനം എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് എല്ലാ ജീവജാലങ്ങളും നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ബോഡിയിലൊക്കെ എപ്പോഴും എന്താണ്, സെൽ ഡിവിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പാട് വന്നു കഴിഞ്ഞാൽ ആ പാട് കവർ ചെയ്യുന്നത് എന്താ, അവിടെ സെൽ ഡിവിഷൻ സംഭവിച്ച് മറ്റൊരു സെല്ല് കവർ ചെയ്യുന്നത് കൊണ്ടാണ് ആ പാട് കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ ബോഡിയിൽ എപ്പോഴും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ രണ്ട് രീതിയിലുള്ള സെൽ ഡിവിഷൻ ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഒന്നാമത്തെ, അതായത് നോക്കി, ഇതാണ് സൈഗോട്ട്. നമ്മൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ഫസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇത്ര ഒരു മിസ്സിന്റെ നെറ്റിയിലിരിക്കുന്ന പൊട്ടിന്റെ അത്ര ഉണ്ടാവുള്ളൂ. അതിനുശേഷം സെൽ ഡിവിഷൻ സംഭവിച്ച് ഈ ഒരു രൂപത്തിലേക്കാവുന്നു. പിന്നീട് എന്താണ്, എംബ്രിയോ ആയിട്ട് മാറുന്നു. പിന്നീട് അത് ഫീറ്റസ് ആയിട്ട് മാറുന്നു. പിന്നീട് എന്താ, ബേബി ആയിട്ട് ജനിക്കുന്നു. പിന്നീട് അത് കുട്ടിയാവുന്നു. പിന്നെ വലുതാവുന്നു. ഇപ്പൊ നിങ്ങളുടെ അത്രയുള്ള കുട്ടിയായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ എന്താണ്, സെൽ ഡിവിഷൻ നടക്കണം. സെൽ ഡിവിഷൻ നടന്നാൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, കേടുപാടുകൾ മാറ്റുന്നത്, ഇതിനെല്ലാം വേണ്ടിയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോശ വിഭജനം നടക്കുന്നുണ്ട്. ഈ കോശ വിഭജനത്തിന് അല്ലെങ്കിൽ സെൽ ഡിവിഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കാൻ മക്കളെ, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ സെൽ ഡിവിഷനെ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ആണുള്ളത്. ഒന്ന് മൈറ്റോസിസ് എന്നും രണ്ടാമത് മിയോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രമഭംഗം എന്നും അതുപോലെ തന്നെ ഊനഭംഗം എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? ഇതാണ് ഇതിന്റെ ബേസ് വരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സെൽ ഡിവിഷൻ അഥവാ കോശ വിഭജനത്തിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത് എന്താണ്, മൈറ്റോസിസ് എന്നും മറ്റേത് മിയോസിസ് എന്നാണ് പറയുന്നത്. ക്രമഭംഗം എന്നും ഊനഭംഗം എന്നും. ഇത് ഓക്കെ ആയില്ലേ? ഇനി മൈറ്റോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെല്ലിന്റെ നമുക്ക് ഒരു വളർച്ച ഉണ്ടാവണം, ശരീര വളർച്ചയ്ക്ക് ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നത് എന്താണ്, മൈറ്റോസിസ് ആണ്. നമുക്ക് ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ നമ്മുടെ സെൽസിന് എന്തെങ്കിലും കേടുപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം എന്ന് പറയുന്ന സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനം നടക്കുന്നത്.
മക്കള് ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ടിൽ എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റില് ഒരിക്കലും സെന്റൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഫ്ലോ ചാർട്ട് ഒക്കെ ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണവും. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കാൻ പറ്റുന്ന കുട്ടികളൊന്നും എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ സെൽ ഡിവിഷൻ നമ്മൾ രണ്ട് തരത്തിലാണുള്ളത്, മൈറ്റോസിസും മിയോസിസും, ക്രമഭംഗവും ഊനഭംഗവും. മീൻസ് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് അടിക്കുന്നതിന്റെ കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പൊ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന് നമ്മുടെ സെൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് കോശങ്ങൾ വളരുന്നതിനും നമുക്ക് വളർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സെൽസിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ് എന്നത് അഥവാ ക്രമഭംഗം എന്ന് പറയുന്നത്. ഇനി മൈറ്റോസിസിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോമസോം നമ്പറിൽ മാറ്റം ഉണ്ടാവില്ല. എല്ലാ ജീവികൾക്കും ഓരോ ക്രോമസോം നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹ്യൂമൻസിന്റെ ക്രോമസോംസ് ആണെങ്കിൽ 46 ഈ 46 എന്ന് പറയുന്ന ക്രോമസോം നമ്പറിൽ മാറ്റമില്ലാതെ ആയിരിക്കും മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടക്കുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, അതായത് ക്രോമസോം നമ്പറിൽ മാറ്റമില്ലാത്ത സെൽ ഡിവിഷൻ രീതി ഏതാണ്? മൈറ്റോസിസ് ആണ് കേട്ടോ. മൈറ്റോസിസിലാണ് ഈ പറയുന്ന ക്രോമസോം നമ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. 46 എന്നുള്ളത് നമ്മുടെ ക്രോമസോം നമ്പറാണ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ലാതെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. മിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമസോം നമ്പറിലെ മാറ്റം വരുന്ന ഒരു എന്താണ് സെൽ ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ കോശ വിഭജനമാണ്. അത് മാത്രമല്ല മിയോസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിംഗകോശം ഗ്യാമീറ്റുകളുടെ രൂപപ്പെടാൻ, ഗ്യാമീറ്റിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ലിംഗകോശങ്ങളുടെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സെൽ ഡിവിഷൻ നടക്കുന്നത്. അതായത് സ്പെർമിന്റെ ഉൽപാദനത്തിനും അതായത് പുംബീജത്തിന്റെ ഉൽപാദനത്തിനും അതുപോലെ ഓവത്തിന്റെ അണ്ടത്തിന്റെ ഉൽപാദനത്തിനും വേണ്ടിയിട്ടാണ് മിയോസിസ് അഥവാ ഊനഭംഗം എന്ന് പറയുന്ന ആ ഒരു സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു കോശ വിഭജനം നടക്കുന്നത്. അതേസമയം മൈറ്റോസിസ് എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ പറഞ്ഞല്ലോ, സെൽസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കോശങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവർ എന്തെങ്കിലും കേടുപാടുകളോ അങ്ങനെ എന്തെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ. ഓക്കെ, സെറ്റ് ആക്കിയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിന് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് മൈറ്റോസിസിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. മൈറ്റോസിസിന് രണ്ട് ഫേസുകൾ ഉണ്ട്. ഒന്ന് കാരിയോകൈനസിസ് എന്നും രണ്ടാമത് സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. കാരിയോകൈനസിസ് എന്നും സൈറ്റോകൈനസിസ് എന്നാണ് മൈറ്റോസിസിനെ നമ്മൾ രണ്ട് ഫേസുകളുള്ളത്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരിയോ മീൻസ് ന്യൂക്ലിയസിന്റെ വിഭജനം, മർമ്മ വിഭജനം എന്നാണ് കാരിയോകൈനസിന്റെ മലയാളം വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ കോശദ്രവ്യ വിഭജനം, അതായത് കോശദ്രവ്യം വിഭജിക്കണം. അതായത് ഒരു സെല്ല് ഇതാണെന്ന് കരുതിക്കുക, ആ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ ഇത് ഡിവൈഡ് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോശ വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ്, ഫസ്റ്റ് ന്യൂക്ലിയസ് ആണ് വിഭജിക്കുന്നത്. ഒരു ന്യൂക്ലിയസ് ഉള്ളൂ. അപ്പൊ ഈ ഒരു ന്യൂക്ലിയസ് ഇവിടെ വന്ന് ഒരു ന്യൂക്ലിയസ് ഇപ്പുറത്ത് മാത്രം പോയി കഴിഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ന്യൂക്ലിയസ് രണ്ടാവണം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ആണ് വിഭജിക്കേണ്ടത്. അപ്പൊ ന്യൂക്ലിയസ് വിഭജിക്കുന്ന ആ ഒരു ഫേസ് ആണ് കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസം വിഭജിക്കുന്ന അല്ലെങ്കിൽ കോശദ്രവ്യം വിഭജിക്കുന്നതാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആയ കുട്ടികൾ ഒന്ന് ടാറ്റ അടിക്കാനുണ്ട്. സൂമിന്റെ ഒരു മൈൻഡ് ആണ്. ഒന്ന് തമ്പിട്ട് വെച്ചേക്കാം, തമ്പിട്ട് വെച്ചേക്കും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമ്മളിപ്പോ ഇതിന്റെ ഒരു ബേസ്, ഒരു ഫ്ലോ ചാർട്ട് മാത്രമാണ് മിസ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിന്റെ കാര്യത്തിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യത്തിലധികം ടഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. അതിന്റെ മിസ്സിന് കോൾഡ് വന്നിട്ടുണ്ട്, മൂക്കൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ. ഓക്കെ, അപ്പൊ ജീവികളിലെ രണ്ട് രീതിയിലുള്ള സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനമാണ് നടക്കുന്നത്. ഒന്നാമത്തേതാണ് മൈറ്റോസിസ്, രണ്ടാമത്തേതാണ് മിയോസിസ്. ഓക്കെ ആണല്ലോ? ഇത് ഓൾറെഡി മിസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് വേർഡ്സ് ആണ്. ഇത് സ്റ്റഡി മെറ്റീരിയൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബീജകോശങ്ങളുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. അതേസമയം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സെൽസിന്റെ കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? മൈറ്റോസിസ് കേട്ടോ. മൈറ്റോസിസിനെ കുറിച്ച് പറയുമ്പോൾ മിസ് നേരത്തെ പറഞ്ഞ രണ്ട് ഘട്ടങ്ങൾ, രണ്ട് സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് കാരിയോകൈനസിസ് അഥവാ മർമ്മ വിഭജനം എന്ന്, അതായത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം വിഭജിക്കുന്നതാണ് കാരിയോകൈനസിസ്. ഇനി സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ കോശദ്രവ്യ വിഭജനം, സൈറ്റോപ്ലാസം വിഭജിക്കുന്ന അതിന്റെ ഡിവിഷനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേക്കാം. കാരിയോകൈനസിസ് എന്ന ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, മർമ്മത്തിന്റെ വിഭജനമാണ് എന്ന് പറയുന്നത്. സൈറ്റോകൈനസിസ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, കോശദ്രവ്യ വിഭജനമാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് കാരിയോകൈനസിസിനെ കുറിച്ചാണ്, മർമ്മ വിഭജനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ജീവികളിൽ എന്താണ് നിശ്ചിതമായിരിക്കുന്ന ക്രോമസോം നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. എത്രയാണ്? നമ്മുടെ എന്ന് വെച്ചാൽ 46 ആണ്. ഈ 46 എന്ന് പറയുന്ന നമ്പറിൽ മാറ്റമില്ല. അതായത് മർമ്മം വിഭജിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയസ് വിഭജിക്കുന്ന സമയത്ത് ക്രോമസോംസിന്റെ നമ്പറിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതാണ് കാരിയോകൈനസിസിലെ അല്ലെങ്കിൽ മൈറ്റോസിസിലെ കാരിയോകൈനസിസ് എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ നടക്കുന്നത്. അപ്പോൾ മൈറ്റോസിസ് ആയാലും കാരിയോകൈനസിസ്, അതായത് മൈറ്റോസിസിലെ ഒരു സ്റ്റേജ് ആണല്ലോ കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈറ്റോസിസിൽ എന്താണ്, ക്രോമസോം നമ്പറിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന ആ ഒരു മർമ്മം വിഭജിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് വിഭജിക്കുന്നതിന് മുമ്പിട്ട് ഈ പറയുന്നത് ഇങ്ങനെയാണ് ജനറ്റിക്കൽ മെറ്റീരിയൽ ക്രോമസോം. ഇത്
ഞാനൊന്ന് വരച്ചടിക്കട്ടെ. ഇതൊരു സെല്ലാന്ന് എഴുതിക്കും. ഈ സെല്ലിന്റെ ഉള്ളിൽ ഇതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസില് ഈ പറയുന്ന ക്രോം ജനറ്റിക്കൽ മെറ്റീരിയൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ക്രൊമാറ്റിക് നെറ്റ്വർക്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഈ സംഭവത്തില് ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത് ഈ ക്രൊമാറ്റിക് നെറ്റ്വർക്ക് ഇതുപോലെ കണ്ട കുത്തിവരച്ച പോലെ കണ്ടില്ലേ, അതിനെയാണ് ക്രൊമാറ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിക് നെറ്റ്വർക്ക് നേരെ എന്തായിട്ട് മാറുന്നുണ്ട്, ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ഫോം ആയിട്ട് മാറുന്നുണ്ട്. ക്രോമസോം എന്ന് പറയുന്ന രൂപത്തിലേക്കായിട്ട് ആദ്യം മാറുന്നുണ്ട്. അതാണ് ആദ്യം നടക്കുന്നത് കേട്ടോ. ഓക്കെ, കാണാം കേട്ടോ. അതായത് നമ്മുടെ ഈ പറയുന്ന കാരിയോകൈനസിന് 4 ഫേസുകളാണുള്ളത്. ഒന്നാമത്തതാണ് പ്രോ ഫേസ്, രണ്ടാമത്തതാണ് മെറ്റാഫേസ്, മൂന്നാമത്തതാണ് അനാഫേസ്, നാലാമത്തതാണ് ടീലോഫേസ്. മക്കളെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സ്റ്റാർ ഒക്കെ കുത്തി വെച്ച് എന്താന്ന് വെച്ചോ ഇരിക്കും, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ PMAT ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. ആദ്യത്തെ ഫേസ് അതായത് കാരിയോകൈനസിസ് അഥവാ മർമ്മ വിഭജനത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഈ പ്രോഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് പറഞ്ഞ് ഇങ്ങനെ കുത്തി വരച്ച പോലത്തെ ഒരു രൂപത്തിലുണ്ടായിരുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ക്രോമസോംസിന്റെ രൂപത്തിലേക്കായിട്ട് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് നേരെ ക്രോമസോംസ് ആയിട്ട് മാറുന്നുണ്ട്. chromatin network condense and changes into the chromosome. Chromosomes ആയിട്ട് മാറുന്നുണ്ട്. ഈ ക്രോമസോംസിന്റെ ഈ 2 ചിറകുകളെ വിളിക്കുന്ന പേര് എന്താണ്, ക്രൊമാറ്റിഡ് എന്നാണ്. ഇനി നടുക്കിരിക്കുന്ന ആ ഭാഗത്തിനെ ആ ഒരു ഉണ്ടിലട എല്ലാ ക്രൊമാറ്റിനെ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിന് നമ്മൾ സെൻട്രോമിയർ എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ആ സ്ട്രക്ചർ ഒന്ന് പഠിച്ച് ക്രോമസോം വരയ്ക്കാൻ പഠിച്ചു വെക്കാം. ക്രോമസോമിന്റെ ആ ചിറകിന്റെ പേര് പഠിച്ചു വെച്ചേക്കാം. പിന്നെ അതെന്താ കണക്ട് ചെയ്യുന്ന നടുക്കത്തുള്ള ആ ഒരു ഹോളിന്റെ ആ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗം സെൻട്രോമിയറിന്റെ പേരും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്രോഫേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രോഫേസ് എന്താണ്, ക്രൊമാറ്റിക് നെറ്റ്വർക്ക് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസുകളായിട്ട് മാറുന്നതിനെയാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. കാരണം ആ പിക്ചറിൽ നോക്കി കണ്ടോ, അതായത് കണ്ടൻസ് ചെയ്തിട്ട് നിറയെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു സംഭവം. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനെങ്ങാട് മാറ്റി ഇതുപോലെ ക്രോമസോംസിന്റെ രൂപത്തിലേക്കായിട്ട് മാറ്റി. അതാണ് പ്രോഫേസ് നടക്കുന്നത്. രണ്ടാമതാണ് മെറ്റാഫേസ്. മക്കളെ ഓർഡറിൽ തന്നെ പഠിക്കണം. പി കഴിഞ്ഞാൽ എം ആണ് കേട്ടോ. മെറ്റാഫേസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്രോമസോംസുകൾ എന്താണ് നടുക്കിങ്ങനെ മധ്യഭാഗത്ത് ഇങ്ങനെ നിരയായിട്ട് അറേഞ്ച് ചെയ്തു വരുന്നു. കണ്ടോ, ക്രോമസോംസുകൾ അറേഞ്ച്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെല്ല്. മധ്യഭാഗത്ത് ആ സെല്ലിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ നേരെ അറേഞ്ച് ചെയ്തു വരുന്നു. അതാണ് രണ്ടാമത്തെ ഫേസായ മെറ്റാഫേസിൽ നടക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് അനാഫേസ് കേട്ടോ. അനാഫേസ് ഒന്നാമത്തെ ഫേസ് ഏതായിരുന്നു, പ്രോഫേസ് ആയിരുന്നു. രണ്ടാമത്തെ ഫേസ് മെറ്റാഫേസ് ആണ്. മൂന്നാമത്തെ ഫേസ് എന്താ, അനാഫേസ്. അനാഫേസില് ഈ ഇങ്ങനെ നേരെ വന്നിരുന്ന ഈ ക്രോമസോംസുകളില്ലേ നേരെ എങ്ങാണ് ഈ പോൾസിലേക്ക് നീങ്ങുന്നു. കണ്ടോ, ഇത് രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഈ പറയുന്ന ക്രോമസോംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് 2 പോൾസിലേക്കായിട്ട് മാറുന്നു. മിസ് ഇവിടെ വരച്ചെടുക്കും കേട്ടോ, പടത്തിലേക്ക് കുറച്ചുകൂടി എളുപ്പം. അതായത് ആദ്യം ഈ പറയുന്ന മെറ്റാഫേസിൽ ക്രോമസോംസുകൾ ഇതുപോലെയായിരുന്നു ഇരുന്നിരുന്നത്. ഇതുപോലെ നേരെ ഇരുന്നു. ഓക്കെ, അതിനുശേഷം അനാഫേസ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോ ഈ പറയുന്ന ഈ ഭാഗങ്ങൾ മുകളിലേക്ക് പോയി, ഇവിടേക്ക് പോയി, 2 പോൾസിലേക്ക് പോയി. ഈ താഴത്തെ ഈ ഭാഗങ്ങൾ എന്താണ്, 2 പോൾസിലേക്ക് പോയി, ഇവിടെ വന്നിരുന്നു. കണ്ടോ, അതായത് 2 പോൾസിലേക്ക് 2 ധ്രുവങ്ങളിലേക്ക് ഈ പറയുന്ന ക്രോമസോംസുകൾ വിഭജിച്ചു പോയി. അതാണ് മൂന്നാമത്തെ ഫേസായ അനാഫേസിൽ നടക്കുന്നത്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സെയിം പേര് തന്നെയാണ് പറയുന്നത്. പ്രോഫേസ് എന്നും മെറ്റാഫേസ് എന്നും അനാഫേസ് എന്നും ടീലോഫേസ് എന്നും സെയിം പേര് തന്നെയാണ്. അതുകൊണ്ടാണ് എടുത്ത് മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് പറയാതിരുന്നത് കേട്ടോ. അപ്പൊ അനാഫേസ് കഴിഞ്ഞില്ലേ, ഇനി ടീലോഫേസ് എന്ന് പറയുമ്പോൾ ഇത് 2 ഭാഗത്തിലേക്ക് എത്തിയില്ലടാ. അങ്ങനെ ഈ ഭാഗങ്ങൾ കണ്ടൻസ് ചെയ്ത് അതെന്തായിരുന്നു, പുതിയ ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഇതും കണ്ടൻസ് ചെയ്ത് വീണ്ടും പുതിയ കുഞ്ഞു ന്യൂക്ലിയസ് ആയിട്ട് മാറി. അതാണ് എന്താ നമ്മൾ ഈ പറയുന്ന ലാസ്റ്റ് ഫേസ് ആയ ടീലോഫേസ് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ 4 ഫേസിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ന്യൂക്ലിയസ് വിഭജിക്കുകയുള്ളൂ. ആദ്യത്തെ ഫേസ് പ്രോഫേസ് ആണ്, ക്രോമാറ്റിക് നെറ്റ്വർക്ക് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആക്കി മാറുന്നു. ലാസ്റ്റ് ഫേസിൽ എന്താണ്, ക്രോമസോംസുകൾ മാറിയിട്ട് വീണ്ടും ക്രോമാറ്റിക് നെറ്റ്വർക്ക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ്, ഇത് 2 സെന്ററിൽ വന്ന് നിരന്നിരുന്ന് നിൽക്കുന്നു. മൂന്നാമത് ഇത് 2 പോൾസിലേക്കായിട്ട് പോകുന്നു. മൂന്നാമത് അതിൽ നിന്ന് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമാറ്റിക് നെറ്റ്വർക്ക് ആയിട്ട് പുതിയ ഡോക്ടർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പുതിയ പുത്രിക മർമ്മമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് കാരിയോകൈനസിസ് നടക്കുന്നത്. വെരി 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 ഇമ്പോർട്ടന്റ്. ഇത് ഓരോ ഘട്ടങ്ങളും നിങ്ങൾ വരച്ചു പഠിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. ചിലപ്പോ ഈ ഫേസിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഓർഡർ തെറ്റായിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്, അത് കഴിഞ്ഞു. ഇനി അടുത്തത് സൈറ്റോകൈനസിസ് നമ്മുടെ പ്ലാന്റ് സെല്ലിലും അതുപോലെ തന്നെ ആനിമൽ സെല്ലിലും 2 ആയിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ആനിമൽ സെല്ലിൽ നടക്കുന്ന കാര്യം പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. ഈ സെല്ലിന്റെ ആദ്യ ഭാഗം ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്തു കണ്ടോ, ഇതുപോലെ കർവ് ചെയ്യുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്.
ഓക്കെ, കണ്ടില്ലേ? അതായത് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ ആവുന്നു, ഉള്ളിലേക്കാവുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ഉള്ളിലേക്കാവുന്നു. അത് പയ്യെ പയ്യെ എന്താണ് ജോയിൻ ചെയ്യുന്നു, ഉള്ളിലേക്ക് ജോയിൻ ചെയ്ത് 2 ഡോട്ടർ സെല്ലുകളായിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു. അതാണ് ആനിമൽ സെല്ലിൽ നടക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. ഇനി പ്ലാന്റ് സെല്ലിലാണ് നടക്കുന്നതെങ്കിൽ പ്ലാന്റ് സെല്ലിന് ഇത്തിരി കട്ടിയുണ്ട്, അവർക്ക് സെൽവാൾ ഉണ്ട്. സെൽവാൾ ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് വലിയാനായിട്ട് പറ്റില്ല. അതിന് പകരമായിട്ട് അവർക്ക് ഒരു സെൽ പ്ലേറ്റ് കളർ മാറ്റാം. ഒരു സെൽ പ്ലേറ്റ് ഇതുപോലെ ഫോം ചെയ്തു, കണ്ടോ? ഒരു സെൽ പ്ലേറ്റ് ഇതുപോലെ ഫോം ചെയ്തു. ആ സെൽ പ്ലേറ്റ് കുറച്ചും കൂടെ കട്ടി കൂടി 2 ഇതുപോലെ പുത്രികാകോശങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർ സെൽസ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് പ്ലാന്റ് സെല്ലിൽ നടക്കുന്നത്. ഓക്കെ, ആനിമൽ സെല്ലിലാണെങ്കിൽ എന്താണ്? ആനിമൽ സെൽ ഉള്ളിലേക്ക് ഇത് വലിയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഉള്ളിലേക്ക് വലിയില്ല, പകരം സെൽ പ്ലേറ്റ് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അത് കഴിഞ്ഞു പിന്നെ മൈറ്റോസിസ് അപ്പൊ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് മൈറ്റോസിസിൽ എന്താണ്? ക്രോമസോം നമ്പറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കോശത്തിന്റെ വളർച്ച, കലകളുടെ കേടുപാടുകൾ എന്നിവ സഹായിക്കുന്ന വിഭജനമാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അവ വഴി ഉണ്ടാകുന്ന പുത്രികാ കോശത്തിന് അല്ലെങ്കിൽ ഡോട്ടർ സെൽസിന് എന്താണ്? ക്രോമസോം നമ്പറിലെ സംഖ്യയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇനി അടുത്തത് മിയോസിസ് ആണ് കേട്ടോ. മിയോസിസിന് 2 ഫേസുകളുണ്ട്. ഒന്ന് ഫേസ് 1, ഒന്ന് ഫേസ് 2. ഓക്കെ, ഈ മിയോസിസിൽ ഇപ്പൊ നമുക്ക് 2 രീതിയിൽ, പുരുഷന്മാരിൽ വേറെയാണ്, സ്ത്രീകളിൽ വേറെയാണ്. ഫസ്റ്റ് നമുക്ക് പുരുഷന്മാരിൽ എടുക്കാം. പുരുഷന്മാരിലെ ക്രോമസോം നമ്പർ 46 ആണ്. 46 എന്ന് പറയുന്ന ക്രോമസോം നമ്പർ ആണ്. ഓക്കെ, ഈ 46 എന്ന് പറയുന്ന ക്രോമസോം നമ്പറിൽ ഫസ്റ്റത്തെ ഫേസിൽ ഈ ക്രോമസോം നമ്പർ 23 ആയിട്ട് മാറുന്നുണ്ട്. അതായത് 23 46 അല്ലേടാ. അപ്പൊ ഈ 46 എന്നുള്ളത് 2 ആയിട്ട് വിഭജിച്ച് 23 എന്ന് പറയുന്ന സെല്ലായിട്ട് ഫോം ചെയ്തു. അതിനുശേഷം ഈ 23 വീണ്ടും, ഇത് മറ്റേ മൈറ്റോസിസ് പോലെയാണ്, മാറ്റം വരുന്നില്ല. 23 തന്നെയാവുന്നത്, പകുതി ആകുന്നില്ല. ഇവിടെ മാത്രമാണ് പകുതിയാകുന്നത്. മിയോസിസിന്റെ അതായത് ഊനഭംഗത്തിന്റെ ഘട്ടം 1 മാത്രമാണ് ഈ ക്രോമസോം നമ്പറിൽ മാറ്റമുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? മൈറ്റോസിസിന്റെ പോലെ മാറ്റമില്ലാതിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിലാണ് ഈ പറയുന്ന ക്രോമസോം നമ്പർ നേരെ പകുതിയായിട്ട് 2 സെല്ലുകളായിട്ട് മാറുന്നു. അതിനുശേഷം എന്താണ്? നേരെ ഈ പറയുന്ന 23 നിന്ന് അടുത്ത 23 ഉണ്ടാവുന്നു, ഇവിടെ നിന്ന് അടുത്ത 23 ഉണ്ടാവുന്നു. അങ്ങനെ എന്താണ്? ഈ പറയുന്ന 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. പുരുഷന്മാരിൽ 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത്. ഒരു പ്രാവശ്യം മിസ് വരച്ചു കാണിക്കാം, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. പുരുഷന്മാരിൽ 46 ക്രോമസോംസ് ഉണ്ട്. ഇത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 23 ആവുന്നു. പിന്നീട് എന്താണ്? വീണ്ടും ഇത് ഡിവൈഡ് ചെയ്ത് 23 ഉണ്ടാവുന്നു. ഇതും ഡിവൈഡ് ചെയ്ത് 23 ഉണ്ടാവുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ്? സ്പേംസ്, 1 സ്പേം, 2 സ്പേം, 3 സ്പേം, 4 സ്പേം. അപ്പൊ ഒരൊറ്റ സെൽ ഡിവിഷനിൽ എത്രയാണ്? 4 സ്പേംസ് ആണ് പുരുഷന്മാരിൽ അല്ലെങ്കിൽ മെയിൽസിന് കാണുന്നത്. ഓക്കെ അല്ലെ? സെറ്റ് ആണ്. ഇനി സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് പുരുഷന്മാരിൽ എത്രയാണ്? ആദ്യത്തെ സ്റ്റെപ്പിലല്ല, ആദ്യത്തെ ഘട്ടത്തിൽ ആ ക്രോമസോം നമ്പർ നേരെ പകുതിയാകുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ആ ക്രോമസോം നമ്പറിൽ മാറ്റങ്ങളൊന്നുമില്ല, പകുതിയൊന്നും ആകുന്നില്ല. എന്നിട്ട് 4 സ്പേംസ് ആണ് രൂപപ്പെടുന്നത്. അതേസമയം സ്ത്രീകളിൽ എടുക്കുകയാണെങ്കിൽ ഈ 46 എന്ന് പറയുന്ന സംഭവത്തില് ഇവർക്ക് ഒരു ക്രോമസോം നമ്പർ 23, ഒരു വലിയ സെല്ലും പിന്നെ ഒരു ചെറിയ 23 ഉണ്ടാകും. അതിനുശേഷം ഈ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരൊറ്റ വലിയ 23, ബാക്കി ചെറിയ 23 ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ ആ ചെറിയ 23 ആണ് ഉണ്ടാവുന്നത് കേട്ടോ. കുഞ്ഞു സെൽസ് ആണ്. അപ്പോ ഇതിന്റെ ഫലമായിട്ട് ഒരു ഓവം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഒരു മിയോസിസ് കഴിയുമ്പോൾ ഒരു ഓവം അല്ലെങ്കിൽ ഒരു അണ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ആണുങ്ങളിലാണെങ്കിലോ, പുരുഷന്മാരിലാണെങ്കിൽ 4 സ്പേം ഉണ്ടാവുന്നുണ്ട്. അതേസമയം സ്ത്രീകളില് മിയോസിസിന്റെ ഫലമായിട്ട് ഒരൊറ്റ ഓവമേ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ള ഈ സെൽസ് ഒക്കെ എന്താണ്? പോളാർ ബോഡികളായിട്ട് മാറുന്നുണ്ട്. പോളാർ ബോഡി ആയിട്ട്, അല്ലെങ്കിൽ അതിനും ഇംഗ്ലീഷിലും അത് തന്നെയാണ് പറയുന്നത്. പോളാർ ബോഡി, മലയാളം പോളാർ ബോഡി തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പുരുഷന്മാരുടെ 46 ക്രോമസോമിൽ നിന്നിട്ട് മിയോസിസ് വഴിയിട്ട് 4 സ്പേംസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം സ്ത്രീകളിലാണെങ്കിൽ മിയോസിസിന് ശേഷം എത്രയാണ്? ഒരൊറ്റ ഓവം അല്ലെങ്കിൽ ഒരൊറ്റ അണ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി 3 എന്താണ്? പോളാർ ബോഡീസ് ആണ്. ഇതാണ് പഠിച്ചത്. ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ +2 ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ ഇതെന്താണ് വന്നതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ +2 പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മിയോസിസ് ആണ്. ബീജ അല്ലെങ്കിൽ ഈ പറയുന്ന ലിംഗകോശങ്ങളുടെ രൂപപ്പെടുന്ന, അല്ലെങ്കിൽ സ്പേമിന്റെയും ഓവത്തിന്റെയും അല്ലെങ്കിൽ ഗ്യാമേറ്റിന്റെയും ഫോർമേഷന് വേണ്ടിയിട്ടാണ് മിയോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഊനഭംഗം എന്ന് പറയുന്ന കോശ വിഭജനം നടക്കുന്നത്. ഇത് പുരുഷന്മാരിലാണെങ്കിൽ എന്താണ്? 4 സ്പേംസ് ഉണ്ടാവുകയും സ്ത്രീകളിലാണെങ്കിൽ എത്രയാണ്? ഒറ്റ ഓവവും അല്ലെങ്കിൽ ഒരൊറ്റ അണ്ടവും ബാക്കി 3 പോളാർ ബോഡി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ അത് ഓക്കെയാണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഉണ്ട്. ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഉള്ള അല്ലെങ്കിൽ ക്രോമസോം നമ്പറിൽ വ്യത്യാസം ഉണ്ടാകുന്ന സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ട് ഇല്ലാതെ ഇതാണ് മിയോസിസ് അഥവാ ഊനഭംഗം എന്നുള്ളത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഘട്ടത്തിന് വ്യത്യാസം വരുന്നില്ല. ആദ്യത്തെ ഫേസ് 1 മാത്രമാണ് ആ ക്രോമസോം നമ്പറിലെ വ്യത്യാസമായി മാറുന്നത്. ഓക്കെ അല്ലെ? പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ചെറിയ കോശങ്ങളെയാണ് നമ്മൾ പോളാർ ബോഡി എന്ന് വിളിക്കുന്നത്. അതും ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ പഠിക്കാൻ പോകുന്നത് ട്വിൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇരട്ടകളെ കുറിച്ചിട്ട്. നിങ്ങൾ ഒന്ന് പറഞ്ഞേ, ഇരട്ടകൾ എത്ര ടൈപ്പ് ഉണ്ട്?
3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള ഇരട്ടകളാണുള്ളത്. ഒന്ന് ഐഡന്റിക്കൽ ട്വിൻസ്. ഇവരെപ്പോഴും ഒരേ ജെൻഡർ ആയിരിക്കും. അവരെന്താണ്, ഇപ്പൊ പെണ്ണാണെങ്കിൽ 2 പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ആണാണെങ്കിൽ 2 ആണായിരിക്കും. അവർ ഒരേപോലെ ആയിരിക്കും കാണാനിരിക്കുന്നത്. അവരുടെ ഹെയർ ഒരുപോലെ ആയിരിക്കും, അവരുടെ കണ്ണ് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൈ ഒരുപോലെ ആയിരിക്കും, അവരുടെ പല്ല് ഒരുപോലെ ആയിരിക്കും, കളർ ഒരുപോലെ ആയിരിക്കും, എല്ലാം ഹൈറ്റ് ഒക്കെ ഒരുപോലെ ആയിരിക്കും. അവയെ നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് അഥവാ സമജാത ഇരട്ടകൾ എന്നാണ് പറയുന്നത്. ഇനി വേറൊരു ഇതുണ്ട്, അത് ഇരട്ടകളാണ്, പക്ഷെ 2 ജെൻഡേഴ്സ് ആയിരിക്കും. അവരെ കാണാൻ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന രൂപങ്ങളായിരിക്കും. അവയെ നമ്മൾ സഹജാത ഇരട്ടകൾ അല്ലെങ്കിൽ ഫ്രറ്റേണൽ ട്വിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സഹജാത ഇരട്ടകൾ അല്ലെങ്കിൽ ഫ്രറ്റേണൽ ട്വിൻസ് എന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞതാണ് ഈ ശരീരം, 2 ഇരട്ടകൾ ഒരേ ജെൻഡറിൽ തന്നെയായിരിക്കും, ശരീരം ഇതുപോലെ ഒട്ടിയിരിക്കുന്ന ആൾക്കാർ, അവയാണ് സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയാമീസ് ട്വിൻസ് അല്ലെങ്കിൽ കൺജോയിന്റഡ് ട്വിൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന സൈഗോട്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, സിക്ത ഉണ്ടാവും, അതായത് മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ വെച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്, സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ സൈഗോട്ട് ഈ പറയുന്ന ഒരേപോലെ 2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് മിസ് കാണിച്ചു തരാം, എവിടെ ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തെ ഈ ഓവം അതുപോലെ തന്നെ ഇവിടുന്ന് സ്പേമും വന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഫ്യൂസ് ചെയ്തിട്ട് ഒരു എന്താണ് സൈഗോട്ട് ഉണ്ടാവുന്നു, ഒരു സിക്താണ്ഡം ഉണ്ടാവുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ആയിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് രണ്ടും ഒരു ജെൻഡർ ആയിരിക്കും. ഒരു പെണ്ണാണെങ്കിൽ അടുത്തതും പെണ്ണ് തന്നെയായിരിക്കും, ഒരു ആണാണെങ്കിൽ അടുത്തതും ആണ് തന്നെയായിരിക്കും. ഇത് ഒരു ഓവത്തിൽ നിന്നും ഒരു സ്പേമിൽ നിന്നും ഒരു അണ്ടത്തിൽ നിന്നും ഒരു പുംബീജത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത് ഐഡന്റിക്കൽ ട്വിൻസ്. അവരിവിടെ എന്താണ്, സന്താനങ്ങളെ ബാഹ്യപ്രകൃതം, മുടി ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാരമ്പര്യ ഘടകങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും, ഒരേ ലിംഗത്തിൽപ്പെട്ടവയായിരിക്കും. ഓക്കെ, ഇനി ചില ആൾക്കാരില് മറ്റേ ഞാൻ പറഞ്ഞിരുന്നു വേറെ ജെൻഡർ ആയിരിക്കും, ഒരു ആണും ഒരു പെണ്ണും, അങ്ങനെയുള്ള അവർ കാണാനൊന്നും രൂപസാദൃശ്യം ഉണ്ടാവില്ല. അവയാണ് ഫ്രറ്റേണൽ ട്വിൻസ് അഥവാ സഹജാത ശിശുക്കൾ എന്ന് പറയുന്നത്, അല്ല ഇരട്ടകൾ എന്ന് പറയുന്നത്. അവർക്കിടെ എന്താണ്, ബാഹ്യപ്രകൃതം കാര്യങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കില്ല, അവർ ഒരേ ലിംഗത്തിൽ പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് എന്ത്, മറ്റേ ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഇനി ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വെച്ചാൽ ഗർഭാശയത്തിലേക്ക് എത്തിച്ചേരുന്ന വരുമ്പോൾ സിക്താണ്ഡം 2 ആയി വേർപിടിക്കുന്നതാണ് ഐഡന്റിക്കൽ ട്വിൻസ്. അവർ ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. മറ്റാൾക്കാർ അങ്ങനെയല്ല, 2 അണ്ടങ്ങളിൽ നിന്ന് വരുന്നതും 2 സ്പേമിൽ നിന്നും വരുന്നതായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരുപോലെ ഇരിക്കില്ല, അവരുടെ ജെൻഡറും ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, ഇനി അടുത്തത് സയാമീസ് ഇരട്ടകളാണ്. ഓക്കെ, സയാമീസ് ട്വിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അവര് ഈ പറയുന്ന പോലെ അവർ ഒരു സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്തിട്ട് ഇവർ 2 ആയിട്ട് ഇങ്ങനെ വിഭജിക്കണം, പക്ഷെ കംപ്ലീറ്റ് വിഭജനം നടക്കില്ല. ആ കണ്ടീഷനിൽ അവരുടെ ശരീരഭാഗങ്ങൾ കൂടിച്ചേർന്നിരിക്കും, അവർ ഒരേ ലിംഗത്തിൽപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ബാഹ്യപ്രകൃതം, അവരുടെ എക്സ്റ്റേണൽ ആയിരിക്കുന്ന ഫീച്ചേഴ്സ്, അതുപോലെ ഹെറിഡിറ്ററി ട്രൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ ഘടകങ്ങൾ, അതെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷെ എന്താണ്, അവർ ഒരുമിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർന്നിട്ടായിരിക്കും. കാരണം എന്താണ്, സൈഗോട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും ആ ഡിവിഷൻ നടന്നിരിക്കുന്നത്, അപൂർണമായിരിക്കുന്ന വിഭജനമായിരിക്കും നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സയാമീസ് ഇരട്ടകൾ വരുന്നത്. ഫോട്ടോ കാണിച്ചു കേട്ടോ, ഇതുപോലെ ഇരിക്കും കണ്ടോ. അതായത് ഇവർക്ക് 2 തലയുണ്ട്, പക്ഷെ എന്താ, ബോഡി പാർട്സ് നോക്കി കഴിയുമ്പോ കണ്ടോ, ഇവിടെ വെച്ച് അവർ ഒരുമിച്ച് ഒട്ടിയിരിക്കുകയാണ്. ഇവർക്ക് ഒരേ ജെനറ്റിക്കൽ ഓർഗൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവരെ നമുക്ക് മുറിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇങ്ങനെ സൈമീസ് ഇരട്ടകൾ വരുമ്പോൾ പകുതിയാക്കിയിട്ട് നമുക്ക് സർജറി ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് കണ്ട് ഇതുപോലെ തല കൂട്ടിമുട്ടിയിരുന്ന കുട്ടികളുടെ തലകൾ വേർപെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ജെനറ്റിക്കൽ ഓർഗൻസ് ഇപ്പൊ ഇവർക്ക് 2 ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ കട്ടിങ് പറ്റുള്ളൂ. പക്ഷെ ഇത് അവർക്ക് ഒറ്റ ജെനറ്റിക്കൽ ഓർഗനേ ഉള്ളൂ. അപ്പൊ ഇവരെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ കണ്ട തല, ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവരുടെ ഈ പറഞ്ഞ 2 ബ്രെയിനും 2 ആയിരിക്കുള്ളൂ. പിന്നെ ഏതെങ്കിലും നാഡികൾ അല്ലെങ്കിൽ നെർവുകൾ തമ്മിൽ ഒരെണ്ണമാണ് ഉള്ളെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷൻ കൂടുതലായിരിക്കും, അപ്പൊ റിസ്ക് കൂടുതലാണ്. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഇത് നോക്കി, ഇത് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇത് ഐഡന്റിക്കൽ ട്വിൻസ് ഇതുപോലെ ആയിരിക്കും ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കൺജോയിന്റഡ് അല്ലെങ്കിൽ സയാമീസ് ഇരട്ടകളാണ്. പക്ഷെ ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യം, ഇവർക്ക് 2 തലകളുണ്ട്, 2 കാലുകൾ, അതായത് കാലുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, കൈകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 2 ഹാർട്ടും 2 സ്റ്റൊമക്കും ഉണ്ട്. 2 പേർക്ക് 2 ഹാർട്ട്, ഒരു ഹാർട്ടിൽ നിന്ന് എല്ലാവരും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് 2 ഹാർട്ടിൽ നിന്നാണ്, സ്റ്റൊമക്കും അതുപോലെ തന്നെ. പക്ഷെ ഇവരുടെ ലിവർ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ലിവർ എന്ന് പറയുന്ന സംഭവം അവിടെ കോംപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടുതലാണ്. ഇത് ഫ്രറ്റേണൽ ട്വിൻസ് ആണ്, ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് 2 ഓവത്തിൽ നിന്നും, അതായത് വ്യത്യസ്ത ഓവത്തിൽ നിന്ന് വ്യത്യസ്ത സ്പേമിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ അല്ലേ, അതാണ് സംഭവം. കണ്ടോ, ഇത് സയാമീസ് ഇരട്ടകളാണ്. ഇവര് ഈ ഇടക്ക് ഫേമസ് ആയിരിക്കുന്ന സയാമീസ് ട്വിൻസ് ആണ്. ഇവർക്ക് 2 തലയുണ്ട്, പക്ഷെ ബോഡി എന്താണ്, സെയിം ആണ്. ഇതിനകത്ത് ഈ ഒരാളിലാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആള്, അയാൾ ഈ ആളെ മാരേജ് ചെയ്തു.
മറ്റാൾക്ക് മാരേജ് വേണ്ടെന്നാ പറയുന്നത്, ഇയാൾക്ക് മാരേജ് ഉണ്ടെന്ന് വെച്ചാൽ അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നത്. ഒരു 6 month 7 month ആയി ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ട്വിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ട്വിൻസ് കൺസെപ്റ്റ് ഓക്കെ അല്ലേടാ? അപ്പൊ ട്വിൻസ് കഴിഞ്ഞു. എവിടെ യെസ്, ട്വിൻസിന്റെ ഇത് കഴിഞ്ഞു. അപ്പൊ അത് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് വളർച്ചാഘട്ടങ്ങൾ. ഓൾറെഡി അറിയാം, നമ്മൾ ഇത്രയും ചെറുതായിരുന്നു, പിന്നെ ഇത്രയും വലുതായി, പിന്നെ വലുതായി, പിന്നെ വലുതായി, പിന്നെ നമ്മുടെ വാർദ്ധക്യത്തിൽ കടന്നു. ഇതൊക്കെ നമ്മുടെ വളർച്ചാഘട്ടങ്ങളാണ്. ഇനിയിപ്പോ നിങ്ങൾ കടന്നു പോകുന്നത്, കാരണം നമ്മൾ ഈ വയസ്സായതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ പ്രായത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന പ്രായം കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, ബുദ്ധി വികാസം കൂടുതൽ സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ്. അത് മാത്രമല്ല, നമ്മള് ചൈൽഡ്ഹുഡിൽ നിന്നും നമ്മുടെ ബാല്യകാലത്തിൽ നിന്നും കുറച്ച് മെച്ചൂർഡ് ആവുന്ന പ്രായം കൂടിയാണ്. പിന്നെ അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒക്കെ ഗ്രോത്ത് കുറച്ചും കൂടെ ആക്സിലറേറ്റ് ആകും, കുറച്ചും കൂടെ ദുരിതപ്പെടും, അതായത് കുറച്ചും കൂടെ വേഗതയിലാകുന്നുണ്ട്. അതുപോലെ സ്കിൻ ഗ്ലാൻസിന്റെ ആക്ടിവിറ്റീസ്, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ, അത് ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ പയ്യെ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാകും. അത് ഈ ഒരു പ്രായത്തിന്റെയാണ്. ഒരു പ്രായം കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും, പിന്നെ അത് പിന്നെ ശീലം ആയിക്കൊള്ളൂ. അത് വേറെ കാര്യം. അതിനുശേഷം നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് വെക്കും, അതുപോലെ വണ്ണം വെക്കുന്നതൊക്കെ എന്താണ്, ഈ ഒരു ടീനേജ് അല്ലെങ്കിൽ അഡോളസന്റ് ഏജിലാണ്. മെന്റൽ ഇമോഷണൽ ചേഞ്ച്, അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സങ്കടം വരികയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പ്രായത്തിലാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്, സങ്കടം വരികയാണ്, നിങ്ങൾ എന്താണ് ഈ ഒരു ഏജിലേക്ക് കടന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കടന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് പല പല, അതായത് എല്ലാവർക്കും ഒരേ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരേ ദിവസം തന്നെ കടക്കണം എന്നില്ല, അതിന്റെ കാലയളവിലൊക്കെ വ്യത്യസ്തത ഉണ്ടാവും കേട്ടോ. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്യൂബർട്ടി ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഒരു പ്രായമാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡീനെ റീപ്രൊഡക്ഷന് കേപ്പബിൾ ആക്കുക, അല്ലെ സന്താന ഉൽപാദനത്തിന് കേപ്പബിൾ ആക്കുക. അതാണ് ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മെയിൻ ആയിരിക്കുന്ന ശാരീരിക മാറ്റം എന്ന് പറയുന്നത്. അതിന് ഭാഗമായിട്ട് നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് കൂടുതൽ അവരുടെ വളർച്ച പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. ആൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ ഡെവലപ്മെന്റ്സ് ആണ് കൂടുതലായിട്ട് പെട്ടെന്ന് നടക്കുന്നത്. അപ്പൊ അതിനാൽ പെൺകുട്ടികളാണ് കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളുടെയൊക്കെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നത്, അതായത് കൂടുതൽ സ്പീഡിൽ നടക്കുന്നത്. ആൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികൾക്കാണ് ഈ പറയുന്ന ശാരീരിക മാനസികമായിട്ട് പെട്ടെന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ദേഷ്യം കാണിക്കുകയും പെട്ടെന്ന് സങ്കടം വരികയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് കേട്ടോ. ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണ്. മെയിനായിട്ട് ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുന്നത് ഒരു ആരോഗ്യ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോജന്റെ ഉൽപാദനം കൂടുന്നുണ്ട്. നമ്മുടെ കൗമാര കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആൻഡ്രോജന്റെ അളവ്, സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജന്റെ അളവ് കൂടുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിലെ സെബീഷ്യസ് ഗ്രന്ഥികളുടെ ഉൽപാദനം കൂടുകയും പദാർത്ഥമായ എണ്ണമയമുള്ള പദാർത്ഥമായ സെബത്തിന്റെ ഉൽപാദനം കൂടുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ എന്താണ് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ബോഡിയിലല്ല, ഫേസിലെ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതല്ലാതെ അത് ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും കരുതേണ്ട. കാരണം നാച്ചുറലി നിങ്ങൾ ഈ പറയുന്ന ആൻഡ്രോജന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് നോർമൽ ആയിക്കഴിഞ്ഞ് ഓക്കെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ നിങ്ങളിപ്പോ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ വിചാരിക്കും അതായത് വെളുത്തിരുന്നാലാണ് ഭംഗിയിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല മെലിഞ്ഞിരുന്നാലാണ് ഭംഗിയിരിക്കുന്നത്, അപ്പൊ ആ കോസ്മെറ്റിക് ഈ കോസ്മെറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കും. പക്ഷെ മക്കളെ, അവയിലൊന്നും അല്ല ഭംഗിയിരിക്കുന്നത്. എവിടെയാണ്? നമ്മുടെ മനസ്സിന്റെ ആ ഒരു കാര്യത്തിലാണ് ഭംഗിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിരിക്കുന്ന കോസ്മെറ്റിക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ യൂട്യൂബേഴ്സ് നോക്കിയിട്ട് അത് തേച്ച് ഇത് തേച്ച് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പോകണ്ട. നമ്മുടെ ഭംഗിയിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതല്ലാതെ വെളുപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ എന്താണ് പൊക്കം കുറവിലോ പൊക്കം കൂടുതലോ വണ്ണം കൂടുതലോ വണ്ണം കുറവിലോ ഒന്നുമല്ല. മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ് നിങ്ങൾ ഈ പ്രായത്തിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് വളരുക എന്നതാണ്, നല്ല ഭംഗിയായിട്ട് വളരുക എന്നതല്ല. നല്ല മനസ്സിന്റെ ഉടമകളായി നല്ല ശീലങ്ങളുള്ള നല്ല ആൾക്കാരെ, നമ്മൾ കാര്യം ഒരാൾക്ക് ചിരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ പുറംമൂടിയിലല്ല നമ്മുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. അതുകൊണ്ട് അമിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അശാസ്ത്രീയമായിട്ടുള്ള വ്യായാമം, അതായത് എക്സസൈസ് കാര്യങ്ങൾ പിന്തുടരുന്നത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് വ്യായാമം എക്സസൈസിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ ബോയ്സ് ഒക്കെ വിചാരിക്കും എനിക്ക് മസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗേൾസ് ഒക്കെ എന്റെ പുറകെ വരികയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ, എന്നോട് അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ എന്നൊക്കെ തോന്നും. അതിന്റെ ഫലമായിട്ട് പ്രോട്ടീനും കണ്ണിക്കണ്ട പൗഡറൊക്കെ അടിച്ചു തരും. യാതൊരു കാര്യമില്ല മക്കളെ. എക്സസൈസ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ കാര്യങ്ങളൊന്നും എടുക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി എക്സസൈസ് ചെയ്ത് നമുക്കൊരു മസിൽസ് വരുന്നുണ്ട്. അതല്ലാതെ ഇതൊന്നും അടിച്ചു കയറ്റിയിട്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾ, പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഈ പറയുന്ന പോലെ ശരീരം മെലിഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യം ഇരിക്കുന്നത്, എന്നാൽ മാത്രമാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ എന്ന് ചോദിച്ചിട്ട്
കണ്ണി കണ്ട യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശരീരം മെലിയാനായിട്ട് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ. അതായത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ജനറേഷൻ. അങ്ങനെയല്ല മക്കളെ, ഭക്ഷണം കഴിക്കുക എന്നതാണ് ഡയറ്റിന്റെ ഉദ്ദേശം. അതായത് നല്ല ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന ഭക്ഷണം, നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ രീതിയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഡയറ്റ് എന്ന് വെച്ചാൽ അതാണ്, അതല്ലാതെ പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പട്ടിണി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്താണ് അനോറക്സിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരും. നമുക്ക് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു വിരക്തി, ഭക്ഷണത്തോട് കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനും നമ്മുടെ ഈ പറയുന്ന ഓർഗൻസിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസോ കാര്യങ്ങളോ കിട്ടാതെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണ് വീക്കായിട്ട് ലാസ്റ്റ് മരണത്തിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ശരീരം മെലിയുന്നതിനായിട്ട് ഭക്ഷണത്തിന്റെ അളവ് അമിതമായിട്ട് കുറച്ച്, അതായത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അനോറക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരികയും ഭക്ഷണത്തോട് വിരക്തി വരികയും അത് പല രോഗത്തിന് കാരണമാവുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ള. പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ കഴിക്കണം നല്ല പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം. അത് കുഴിമന്തി കഴിക്കണമെന്നോ ഷവർമ കഴിക്കണമെന്നോ അല്ല പറയുന്നത്. നല്ല കാർബോഹൈഡ്രേറ്റ് ഉള്ള, നല്ല വിറ്റാമിൻസ് ഉള്ള, നല്ല ഫൈബേഴ്സ് ഉള്ള, നല്ല പ്രോട്ടീൻ ഉള്ള, നല്ല ഫാറ്റ് ഉള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ അല്ലേ? ഈ സമയത്താണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് നമ്മുടെ യൂത്ത് എങ്ങനെയായിരിക്കും നിശ്ചയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ മോശം കൂട്ടുകെട്ട്, നിങ്ങളോട് ഓൾറെഡി പറയുന്നത് നിങ്ങളെല്ലാം നല്ല കുട്ടികളാണെന്ന് അറിയാം. മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ മയക്കുമരുന്ന്, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, ലൈംഗിക ചൂഷണങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ പ്രലോഭിപ്പിക്കും. പക്ഷെ അതിനകത്തൊന്നും പെട്ടുപോകാതിരിക്കുക. അതായത് ചിലർ നിങ്ങൾ നീ ഒന്ന് കഴിച്ചു വെക്കും, ഒരു സിപ്പ് കുടിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് മദ്യത്തിലേക്ക് കഴിക്കാതിരിക്കുക. പുകവലി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചെയ്യരുത് കേട്ടോ മക്കളെ. അതൊന്നും നല്ലതല്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനിച്ച നാൾ തൊട്ട് ഈ നിമിഷം വരെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ്. അപ്പൊ അവയെ സംരക്ഷിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സ്മോക്ക് ചെയ്യുന്ന വഴി, മദ്യപാനം ചെയ്യുന്നത് വഴി, മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ ഓർഗൻസ് നമുക്ക് കേടാം. നമുക്ക് വേണ്ടി ഇത്രയും നാള് കഷ്ടപ്പെട്ടതല്ലേ, അവരോട് ഒരു റെസ്പെക്ട് നമ്മൾ കാണിക്കണമല്ലോ. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ലൈംഗിക ചൂഷണം, സെക്ഷൽ അബ്യൂസിങ്, അതായത് മക്കളെ നമ്മുടെ ഈ കഴുത്തിന് താഴെയുള്ള ഭാഗവും മുട്ടിന് മുകളിലുള്ള ഭാഗവും നമ്മുടെ പ്രൈവറ്റ് ആയിരിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ തൊടാനായിട്ടല്ല, അവിടെ ടച്ച് ചെയ്യാനായിട്ട് ആരും അനുവദിക്കാതിരിക്കുക. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എത്ര വലിയ റിലേഷൻ ആയാലും എത്ര കാര്യമാണെങ്കിലും അത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണ്. അത് ഒരിക്കലും ആ ഒരു ഭാഗത്തെ ടച്ച് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ പല പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനൊന്നും പെട്ടുപോകാതിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഠനങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷെ ലെങ്തി ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റ, ബൈ, സീ യു.